എടുത്തോളൂ എന്നാണ് ഞാൻ കേട്ടത്. യെസ്, കം ഓൺ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ടെൻഷനുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. എല്ലാവർക്കും ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സിനിമ സംഭവം അധ്യായം 1 ഇന്നലെ റിലീസായിട്ടുണ്ട്. ഞങ്ങളുടെ ടീം ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. സിനിമ ഞങ്ങൾ തിയേറ്ററിൽ പോയി പ്രേക്ഷകരുടെ റെസ്പോൺസൊക്കെ കാണുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് മീഡിയയിലൂടെയും കുറച്ച് പ്രോത്സാഹനമാണ്. ഞാൻ വാക്കുകൾ ചുരുക്കാം. പിന്നെ വന്നതിന് ഒരുപാട് നന്ദി ടീമിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ദി ടീം. പിന്നെ നല്ല സിനിമയുടെ സൈഡിൽ നിന്നും ഞാൻ ചുരുക്കിയിട്ട് ജിത്തുവിനോട് കൊടുക്കാം. ജിത്തു ആണ് സിനിമയുടെ ഡയറക്ടർ. എന്നിട്ട് ജിത്തു ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തുള്ളൂ. ആക്ച്വലി എന്ത് സംസാരിക്കണമെന്നറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രീ റിലീസ് പ്രൊമോഷൻസ് ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ വെറുതെ ഒന്നും തള്ളിയിട്ട് കാര്യമില്ല. നമ്മൾ പേസക്കൂടാതെ അന്നാ പേസണം, അതായിരുന്നു സ്ട്രാറ്റജി. അപ്പം സിനിമ ഇപ്പോൾ കണ്ട ആളുകളിൽ നിന്നും നല്ല പ്രതികരണം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ അസ്കരിക്കേണ്ടി അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് ഇങ്ങനെ റെസ്പോൺസ് കിട്ടി. അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്നു. അപ്പോൾ നിങ്ങളും പടം കണ്ടവരുണ്ടായിരിക്കാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങളെല്ലാം മറ്റേ ഫുൾ ഒരു ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ. ഇനിയും ഇങ്ങനെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് ഇത്തരത്തിലുള്ള ഒരു മൂവിയാണ് എന്നുള്ളത് നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമുക്കും പ്രേക്ഷകരിലേക്ക് ഇനി എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അല്ല വിനീതേട്ട. നമസ്കാരം. നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഇൻബോക്സിൽ സിനിമ കണ്ട ആളുകൾ അയക്കുന്ന മെസ്സേജുകളാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എല്ലാ സമയവും ഓരോ സമയവും ഇൻസ്റ്റ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസുകൾ വളരെ വളരെ പോസിറ്റീവ്. ഈ സിനിമ കണ്ട് അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ അതിനകത്ത് ടൈപ്പ് ചെയ്ത് നമുക്ക് അയച്ചു തരുമ്പോൾ അത് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അറിയില്ല. അത്രയും സന്തോഷം തരുന്നൊരു സിനിമയാണ് സംഭവം നമ്മുടെ എല്ലാവരുടെയും സിനിമ ജീവിതത്തിൽ ഒരു വലിയ സംഭവമായി മാറിയിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. അത് പ്രേക്ഷകരുടെ അടുത്തുകൊണ്ട് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. തുടർന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. താങ്ക് യു. എന്തെങ്കിലും സിനിമ കണ്ടിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ആൻസർ ചെയ്യും. താങ്ക് യു. നമ്മുടെ അസീംക്കാണ് നമ്മുടെ കൂടെ വേറൊരു ക്യാരക്ടർ ചെയ്തത്. അസീംക്ക് താങ്ക്സ് ഫോർ കമ്മിങ്. ഞങ്ങളങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യാതിരുന്നൊന്നല്ല, വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നിട്ട് ഇതൊരു റിസ്ക് ഉള്ള ഒരു മലയാളത്തിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്തൊരു പരീക്ഷണമായതുകൊണ്ട് അതിൻ്റെ എല്ലാ ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ സിനിമ ജനം സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ഒരു പിന്തുണ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ റീച്ച് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വളരാനുള്ള പൊട്ടൻഷ്യലുള്ള സിനിമയായിട്ട് അങ്ങനെ റിവ്യൂ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ശ്രമിച്ചു നോക്കാം. താങ്ക് യു ഫോർ കം. ടീമിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം ആയിരുന്നുള്ള സിനിമയിലായിട്ടുള്ള ഒരു ചവിട്ട് വഴി. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ തന്നെ എഡിറ്റ് ചെയ്ത ആളായിരുന്നു നമ്മുടെ പടത്തിൻ്റെ എഡിറ്റർ അർജുൻ പ്രകാശ്. ഇത് ഞാൻ ഇൻഡിപെൻഡൻറ്റ് എഡിറ്ററായിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഞാനിതിന് മുന്നേ സിനിമയിൽ അസിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് വന്നത്. പിന്നെ കൂടുതലും ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ കൂടുതൽ ജിത്തുചേട്ടൻ്റെ വർക്കുകൾ കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് വന്നത്. അപ്പം ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ഞാനാണ് എഡിറ്റ് ചെയ്തത്. അപ്പം സിനിമ വന്നപ്പോഴും അത് എന്നെ തന്നെ ഏൽപ്പിച്ചു.
അത് വലിയൊരു ചലഞ്ചായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ചെയ്യാന്നുള്ളത്, അത് നമ്മൾ സ്ക്രിപ്റ്റിലുള്ള സാധനങ്ങൾ നമുക്ക് വിഷ്വലായിട്ട് കിട്ടുമ്പോൾ അത് അതേ നമ്മൾ സ്ക്രിപ്റ്റിൽ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത്. അപ്പം കിട്ടുന്ന റെസ്പോൺസൊക്കെ എങ്ങനെയാണ്, നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഇനിയും മുന്നോട്ട് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. ഷോർട്ട് ഫിലിമിൽ തന്നെ മ്യൂസിക്, പടത്തിൻ്റെ മ്യൂസിക് ഭയങ്കര നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാ റിവ്യൂസിലും വരുന്നുണ്ട്. അതിൽ ചെയ്ത ആൾ തന്നെയാണ് ഗോൾഡൻ തോമസ്. ജിത്തു ഇത് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ പകുതിക്കെ വിളിച്ച് ജിത്തുവിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ജിത്തു എന്നെ വിളിച്ചു, സിനിമ ഇങ്ങനെ ഓണാകുന്നുണ്ട്, അത് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ വെച്ച് ചെയ്യാൻ ജിത്തുവിന് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഉള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്ത് ഒന്നിച്ചായിരുന്നു. ഞാൻ എഡിറ്റർ, നമ്മുടെ ചീഫ് ഉണ്ടായിരുന്നു, പിന്നെ ജിത്ത് ഞങ്ങളൊരു വീട് എടുത്തിട്ടായിരുന്നു ഇതിൻ്റെ വർക്ക് ചെയ്തത്. ആ ഒരു വർക്ക് സ്പേസിൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെയും കാര്യങ്ങളുടെയും ഇപ്പം പടം ഇത്ര നല്ല ഔട്ട്പുട്ടായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ പറയാം. വിഷ്ണുവിനെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സിനിമയുടെ ഹാർട്ട് ആൻഡ് സോൾ സൗണ്ടാണ്, വിഷ്ണുവാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണു. വിഷ്ണു പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് പടത്തിൻ്റെ ഇപ്പോൾ ഓഡിയൻസിന് കിട്ടുന്ന ഈ ഒരു റെസ്പോൺസ്. ഇന്നലെ ഞങ്ങൾ തിയേറ്റേഴ്സിലെല്ലാം പോയിരുന്നു. അപ്പോൾ നേരിട്ട് ആ റെസ്പോൺസ് ശരിക്കും ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അത് എപ്പോഴും എല്ലാ സിനിമയിലും കിട്ടുന്ന ഒരു ഫീലല്ല. അപ്പോൾ നമ്മളെല്ലാവരും അസ്കർ പറഞ്ഞ പോലെ ആ ഹൈയിലാണ്. എല്ലാവരുടെയും മുഖത്തുള്ള ഒരു സന്തോഷം, ഹോൾ ടീം ആ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരു മൊമെൻറ്റ്. എനിക്ക് ഇവരോട് ജോയിൻ ചെയ്തതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള, വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ ഓഡിയൻസ് അത് ഏറ്റെടുത്തു എന്നുള്ളൊരവസ്ഥ ഉണ്ടായി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി നൽകാൻ ശ്രമിക്കാം. അടുത്തായിട്ട് നമ്മുടെ DOP നവീൻ. ഹലോ, നമസ്കാരം. ഞാൻ നവീൻ നാജോസ്, ഇവിടെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇമാജിൻ ചെയ്യുമ്പം ഇതൊരു 90% ഒരു കാർഡ് റിലേറ്റഡ് സബ്ജക്റ്റ് തന്നെയാണ്. ആസ് എ സിനിമാറ്റോഗ്രാഫറാണ് നമ്മുടെ ഏറ്റവും ആഗ്രഹമാണ് ഓരോ ഫ്രെയിം വെക്കുമ്പോൾ അത് ഓൺ ദ ബിഗ് സ്ക്രീൻ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി സംഭവം ഈസ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് അത് പറയുന്നത്. സോ ആ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോ ഫ്രെയിം വെക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമമായിരുന്നു ഈ പടം ഇറങ്ങിയിട്ട് ഇത് അറിയാണ്ട് പോവോ, ആരെങ്കിലും ഇത് കാണാണ്ട് പോവും, മിസ്. നമുക്കറിയാം കുറേ പടങ്ങളുണ്ട് ഇറങ്ങും, ആരും അറിയില്ല, അത് മുങ്ങിപ്പോവും, പിന്നെ OTT വരുമ്പോഴായിരിക്കും അത് വീണ്ടും ചർച്ചയാണ്. സോ ഡെഫിനറ്റ്ലി അത് ഈ പടത്തിന് സംഭവിക്കില്ലെന്ന് ഞങ്ങൾ ഫ്രം ദ ഹാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഭയങ്കര റെസ്പോൺസ് ഇപ്പോൾ കയറി തുടങ്ങുന്നുണ്ട്. സോ അത് ദാറ്റ് ഷുഡ് കണ്ടിന്യൂ, ദാറ്റ് ഷുഡ് ഗോ ഹയർ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. So definitely, please do watch it in the big screen as soon as possible. You won't be disappointed. Thank you so much. ഇപ്പം നവീൻ പറഞ്ഞതിൻ്റെ കൂടെ സെയിം കാര്യം തന്നെയാണ്. ഈ പടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് സ്ക്രീൻ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു പടമാണ്. അപ്പം ആൾക്കാരിലേക്ക് നമ്മളിതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എത്തിക്കാന്നുള്ളതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു OTT-യിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ചെറിയ സ്ക്രീനിൽ ഇപ്പോൾ തിയേറ്ററിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല. സോ ഇപ്പം ഇത് കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവർ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ നന്നായിരിക്കും. അടുത്ത മെൽബിൻ, നമ്മുടെ പടത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. ഈ പടം ഞാൻ ചിന്തിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് ഇത് നിമിഷം വരെ എൻ്റെ കൂടെയുള്ള ആളാണ്. എൻ്റെ പേര് മെൽബിൻ എന്നാണ്. ഞാൻ ഈ പടത്തിൻ്റെ ചീഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചീഫായിട്ടൊരു പടത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ജിത്തു ആക്ച്വലി ഒരു നാട്ടുകാരാണ്. ഒരു 4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ വീട് തമ്മിൽ. അപ്പം ഇതിൻ്റെ ഒരു ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സക്സസ് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ളൊരു സക്സസ് ആണ്. മെൽബിൻ്റെ കൈ ഒന്ന് കാണിച്ചാൽ ഒന്നായിരുന്നു സംഭവം. ആസ് എ ഡയറക്ടർ എനിക്കുള്ളതിനേക്കാൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സിനിമ. ഇത് സിനിമ ഇറങ്ങുന്നതിന് കുറെ മുമ്പ് ചെയ്തതാണ് കേട്ടോ. നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് ഉടനെ ആവുമ്പോ ഈ
ടാറ്റു അടിച്ചിട്ട് ഞാൻ ഇത്ര കോൺഫിഡന്റ് ആണോ അത്? ഹലോ ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. വലിയൊരു വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ വരുന്നു. എൻ്റെ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ, അന്ന് ആ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് എപ്പോഴും എക്സ്പെക്ട് ചെയ്ത് ഇതൊരു ഫീച്ചർ ഫിലിമായിട്ട് മാറും, അല്ലെങ്കിൽ ഇത്ര നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ആയിട്ട് ഇപ്പോഴും വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ആ സമയത്ത്? ആക്ച്വലി ഷോർട്ട് ഫിലിം ചെയ്ത് തന്നെ ഞാൻ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. പക്ഷേ അറിയാമല്ലോ, മീൻസ് ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ആവുന്ന സമയം തൊട്ടേ ഒരു ഡയറക്ടറുടെ കൂടെ ഒരു ടീം ഉണ്ടാവും. അപ്പോൾ ആ ടീമിലോട്ട് എൻ്റർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു എന്താ പറയുക ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഷോർട്ട് ഫിലിംസ് ചെയ്തത്. അപ്പം ഇതിന് മുമ്പും കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ആക്ച്വലി സിനിമയായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വെച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, ഐഡിയ ആയിരുന്നു, സ്ക്രിപ്റ്റല്ല ഐഡിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഐഡിയ കുറേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടപടി ആവുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. അതിന് കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആദ്യം ചെയ്തത്. പക്ഷേ ആ ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം ഒരു പ്രൊഡ്യൂസർ നമ്മളെ ഇങ്ങോട്ട് വന്ന് ഒരു സിനിമയായിട്ട് ചെയ്യാം എന്നൊരു ഓപ്പർച്യൂണിറ്റി തരികയായിരുന്നു. അപ്പം പടം ഇത്രത്തോളം ഇപ്പോൾ ഫസ്റ്റ് ഡേ അറിയാലോ, നമുക്കൊരു വിസിബിലിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് ഡേ തന്നെ ഇത്ര റെസ്പോൺസ് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഞാൻ ആ ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടത് സെപ്റ്റംബർ 2024 ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. കോയിൻസിഡൻ്റ്ലി ആ ഫ്രണ്ടും മറ്റൊരു ഫ്രണ്ടും സിനിമയിൽ എന്നെ കുറച്ച് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ ഞാൻ ഷോർട്ട് ഫിലിംസ് അങ്ങനെ തപ്പിപ്പിടിച്ച് കാണുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇത് ഒരിക്കലും എൻ്റെ ഫീൽഡിൽ വന്നിട്ടില്ല. അപ്പോൾ അന്നത് കാണുമ്പോൾ വിചാരിക്കുന്നില്ല 1.5 വർഷത്തിന് ശേഷം നമ്മൾ ആ സിനിമയുടെ ഭാഗമാകുന്നു. അപ്പോൾ അന്ന് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ഒരു കമൻ്റ് ഇട്ട് എല്ലാവരും എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ കോയിൻസിഡൻ്റ്ലി ഞാൻ 2024 ഡിസംബറിൽ ഇതിന് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തൊരു പടമുണ്ട്, പാൻ ഇന്ത്യൻ സ്റ്റോറി. അത് IFFK സെലക്ട് ആവുകയും അതിന് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ജിത്തുവിനെ കാണുകയും ചെയ്തു. നമ്മൾ കണ്ടത് ജാനുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, 2025. ഫെബ്രുവരിയിൽ നമ്മൾ സംസാരിക്കുന്നു. ഫെബ്രുവരി കാര്യം ഞാൻ 9 to 5 വർക്ക് ചെയ്യുന്ന IT വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുറത്ത് US താമസിക്കുന്നത്. അപ്പോൾ ജിത്തുവിൻ്റെ അടുത്ത് ആ വർക്ക് കണ്ടിട്ട് അത് സിനിമയാവണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ജിത്തു പിന്നെയും പോയി അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവ അധ്യായം. അത് ലോകമെമ്പാടുമുണ്ട്. കാര്യം ഇപ്പോൾ നാട്ടിലുണ്ട്, ഔട്ട്സൈഡ് കേരളമുണ്ട്. GCCയിലെ യുദ്ധത്തിനിടയിലും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. UK അയർലൻഡിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അടുത്ത ആഴ്ച US കാനഡ വരുന്നുണ്ട്, ഓസ്ട്രേലിയ ന്യൂസിലൻഡിൽ വരുന്നുണ്ട്. ആ സിനിമ അത് കാണാൻ ഒരു ചാൻസ് കിട്ടുകയും ഞങ്ങൾ തമ്മിൽ കണക്റ്റ് ആവുകയും എൻ്റെ അടുത്ത് അറ്റ് സം പോയിന്റ് ഈ പ്രൊഡക്ഷൻ തുടങ്ങിയതിന് ശേഷം പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒരുപാട് പ്രായമില്ലല്ലോ, എന്ത് ധൈര്യം. നമുക്ക് ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ തോന്നും, ദിസ് ഇസ് ദ റൈറ്റ് പേഴ്സൺ. പിന്നെ കഴിവ്, പിന്നെ കണക്റ്റ് ആവണം. ഇതെല്ലാം വർക്കായി വന്നതുകൊണ്ടാണ് നമ്മൾ കൈ കൊടുത്തത്. ഫെബ്രുവരിയിൽ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് ജിത്തു നമുക്കിത് ചെയ്യാം, പക്ഷെ എൻ്റെ ഒരു പൈസ ഇല്ല. പക്ഷേ അതെല്ലാം വന്ന് ചേർന്നു. ഇവൻച്വലി നമ്മൾ അത് സംഭവിച്ചു. ഈ സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാളും കൂടുതലായി. പക്ഷെ അതെല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അൺകൺവെൻഷനൽ ഞാനൊരു മറ്റേ കരിയർ പ്രൊഡ്യൂസറൊന്നുമല്ല, വേറെ ബാക്കപ്പ് ഒന്നുമില്ല. 9 to 5 ജോലി ചെയ്യുന്നവർക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ അതിന് ഇപ്പം ചോദിച്ച ആ ചോദ്യത്തിന് കണ്ടീഷനായിട്ട് പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. മെയിനായിട്ട് ഒരു ട്രഡീഷണൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യമല്ല. എന്തിന് ആരെ അസിസ്റ്റ് ചെയ്യാത്ത ഒരാളെ ട്രസ്റ്റ് ചെയ്തു? എനിക്ക് ഐ ഡോണ്ട് ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ്. ജിത്തുവിൽ എനിക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ജിത്തുവിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ദ മൂവിയിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഇതിന്ന് ബിഗ് സ്ക്രീനിൽ എത്തിയത്. പിന്നെ ബാക്കി എല്ലാവരും വന്നു ചേരുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ എനിക്ക് 4 പിള്ളേരുണ്ട്, ഒരു ഭാര്യയുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ജിത്തുവിനോട് സംസാരിച്ചിട്ടുള്ളത്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഡെയിലി സംസാരിക്കാറുണ്ട്. ജിത്തു അങ്ങനെയുണ്ട്. കാര്യം
ഒരുപാട് എഫേർട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും. തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു. ചാലഞ്ചസ് നമ്മൾ ആക്ച്വലി ഒരു പാലക്കാട് ധോണി ഫോറസ്റ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്കൊരു രാവിലെ ഒരു 7 മണി തൊട്ട് വൈകിട്ട് ഒരു 6 മണി വരെയുള്ള പെർമിഷൻ ഉള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഷൂട്ട് ചെയ്ത എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴയായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്ര ദിവസം അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുള്ള പെർമിഷൻ നമ്മുടെ ഉള്ളൂ. ഷൂട്ടിംഗ് ഡേയ്സ് കൂടാൻ പാടില്ല. എല്ലാ ദിവസങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ഒരു 3:30 തൊട്ട് മഴയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെങ്ങനെ ആ പ്ലാൻ ചെയ്ത ഡേയ്സിൽ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം എല്ലാം സപ്പോർട്ട് ചെയ്ത് നിന്നു. അതായത് ഓരോ ദിവസവും ഷൂട്ടിന് മുമ്പേ നമ്മൾ സ്ക്രിപ്റ്റ് ലോക്ക് ആവുന്ന സമയം തൊട്ടേ ഞാൻ DOP ചീഫ് അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇന്നതാണ് വേണ്ടത്, ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ആ ഷോട്ട് അവിടെ എന്താ പറയുക, സ്പോട്ടിൽ നമുക്ക് ഡിസ്കഷൻസിൽ ടൈം കളയാതെ പ്രോപ്പർ പ്ലാനോടുകൂടി നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ആ ചലഞ്ചസ് ഒരു പരിധി വരെ നമ്മൾ മറികടന്നത്. ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് DOPക്ക് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ബേസിക്കലി നേരെ പറഞ്ഞാൽ ഇത് ഭയങ്കര നമ്മുടെ ഈ കഥ ആവശ്യപ്പെടുന്ന ഡെഫിനറ്റ്ലി ഇൻസൈഡ് ഭയങ്കര ഡെൻസ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു റോഡ് സൈഡിലുള്ള ഒരു കാട് ഏരിയയിൽ നമുക്ക് ചീറ്റ് ചെയ്ത് അങ്ങനെ ഒത്തിരി പറ്റത്തില്ല. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തു. ഒത്തിരി എക്വിപ്മെന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് തന്നെ ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ് തന്നെ പോയിട്ടാണ് വിത്ത് പെർമിഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എപ്പോഴുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ഈ വെതറിന്റെ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം. അപ്പോൾ ചില സീനുകളൊക്കെ ഓർക്കും നമ്മൾ ഓൾറെഡി മഴയത്ത് എടുത്ത സീനുകൾ അടുത്ത ദിവസം എടുക്കാൻ പോകുമ്പോൾ വെയിലായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ആർട്ടിസ്റ്റിന്റെ ഒരു സപ്പോർട്ടോടെയാണ്. ആർട്ടിസ്റ്റ് എല്ലാം റെഡി ആയിരിക്കും. മഴയാണെങ്കിൽ നമ്മൾ പോയി മഴയുള്ള സീൻ കണ്ടിന്യൂ ചെയ്യും, വെയിലാണെങ്കിൽ പോയി വെയിലുള്ള സീൻ. അങ്ങനെ എല്ലാവരുടെയും ഒരു കോപ്പറേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇക്കയുടെ കഥാപാത്രങ്ങൾ ഭയങ്കര വ്യത്യസ്തമാണ്. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കയ്യടികൾ കിട്ടുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട്? എന്തോ ഭാഗ്യം കൊണ്ട് ഇതെല്ലാം എന്നെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് പ്രിപ്പയർഡ് ആയിട്ട് വന്ന ഡയറക്ടേഴ്സാണ്. അതുകൊണ്ടാണ് എനിക്ക് ജിത്തു തന്നൊരു സപ്പോർട്ടും അല്ലെങ്കിൽ അവനെങ്ങനെ ആ ക്യാരക്ടർ എനിക്ക് പറഞ്ഞു തന്നു, എങ്ങനെയാണ് ഞാൻ പെരുമാറേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു തന്നു. ആ ഒരു അതും കൂടെ ചേരുമ്പോഴാണ് അതിന്റെ കൂടെ ഞാൻ അടുത്ത് ചെയ്യുമ്പോൾ എന്താ ഭാഗ്യം. എന്തൊക്കെയാണ് എടുത്ത പ്രിക്കോഷൻസ് ഒക്കെ എന്തൊക്കെയാണ്? ഈ കാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ എടുത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. എന്തെങ്കിലും ഇഞ്ചക്ഷൻ പോലും എടുത്തിട്ടുണ്ട്. അല്ല, പക്ഷെ അട്ടയില്ലായിരുന്നു കാട്ടില്, അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പിന്നെ ചെറിയ ആണലി ഇതൊക്കെ ഉള്ളത് അല്ല, പെരുമ്പാമ്പ് തുടങ്ങിയ ഇത്. പിന്നെ നമ്മൾ അതൊക്കെ ആയിട്ട് ഭയങ്കര അഡ്ജസ്റ്റ് ആയി, നമ്മൾ ഫ്രണ്ട്സ് ആയി ഭയങ്കര പെട്ടെന്ന്. അത് ഹാപ്പിയാണ്. ഷൂട്ടെല്ലാം അടിപൊളിയായിരുന്നു. നമ്മള് ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ആക്ടറാണ്, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം ചെയ്ത് നമ്മളിങ്ങനെ എത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിജയം എങ്ങനെയാണ് കാണുന്നത് ശരിക്കും? ഈ വിജയം ഒരു നടൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. എന്നെ അതിനേക്കാൾ ഏറെ സന്തോഷിപ്പിക്കുന്നത് ഒരു പുതിയൊരു ടീം സിനിമയിലേക്ക് വരുന്നു. അത് ഇപ്പോൾ ജിത്തു പറഞ്ഞതുപോലെ ജിത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ കൂടുതൽ പേരും നമ്മളങ്ങനെ സിനിമയിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നതിന് ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ വിജയങ്ങളുണ്ടല്ലോ, ഇതിപ്പോൾ വലിയ വിജയമാണ്. ഞാൻ പറയുന്നത് ചെറിയൊരു ടീം ചെറുതായി വന്നിട്ട് വലുതാവുക എന്ന് പറയുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എനിക്ക്, ഞാനത് വളരെ സിൻസിയറായിട്ട് പറയുന്നതാണ്. കാരണം എൻ്റെ പേഴ്സണൽ സക്സസിനേക്കാൾ കൂടുതൽ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നത്. ജിത്തു എൻ്റെ അടുത്ത് ആദ്യം വിളിച്ചിട്ട് കഥ പറയാൻ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചൊരു കാര്യം, ചേട്ടൻ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഇതൊന്ന് കാണുമോ? കാരണം എനിക്ക് കഥ പറയാനുണ്ട്, ചേട്ടൻ അത് കണ്ടാൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഇമ്മീഡിയറ്റ് കാണുകയും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ ജിത്തുവിനെ വിളിക്കുന്നത്. നാളെ തന്നെ നമുക്ക് കേൾക്കാം എന്താണ്. അപ്പോൾ അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആക്ടേഴ്സ് പൊതുവെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ആളുകളാണ്. കാരണം നമുക്കറിയില്ല നമ്മളുടെ കഥ പറയുന്ന ആളത് എങ്ങനെ വിഷ്വൽ ചെയ്യും, അവർക്കതിൻ്റെ
എസ്പെഷ്യലി ഇതിനു മുമ്പ് സിനിമയുമായിട്ട് വേറൊരു രീതിയിൽ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ജിത്തുവിനെ പോലുള്ള ഒരാൾ വരുമ്പോൾ, പക്ഷേ ആ ഷോർട്ട് ഫിലിം കണ്ടാൽ അറിയാം ഇയാൾക്ക് പണിയറിയാം. അപ്പോൾ അങ്ങനെ പണിയറിയുന്ന ഒരു സംവിധായകനോട് വർക്ക് ചെയ്യുക, പണിയറിയുന്ന ക്യാമറാമാൻ, പണിയറിയുന്ന മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ, അങ്ങനെ എല്ലാം പുതിയ ആളുകളെയാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹാർഡിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ജിത്തും നിരന്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇതിൻ്റെ കഥയെ കുറിച്ചിട്ടായാലും. കാരണം നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളൊരു ജോണർ അല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ജിത്തു വന്ന് എൻ്റെ അടുത്ത് ഈ സ്ക്രീൻ പ്ലേ നെറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊതുവേ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ജോണറാണ് ഈ സിനിമ. എനിക്ക് അങ്ങനെ ഇത്തരം സിനിമകൾ ഞാൻ അധികം കണ്ടിട്ടില്ല, ഡാർക്ക് പോലുള്ള സീരീസുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു പേഴ്സണൽ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ടേസ്റ്റിൽ വരാത്തൊരു ജോണറാണിത്. പക്ഷേ ആ ഷോർട്ട് ഫിലിം എനിക്ക് ഇഷ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിത്തു കഥ പറഞ്ഞതിന് ശേഷം ഞാൻ ഇത്തരം ജോണറിലുള്ള സിനിമകൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് ഞാനങ്ങനെ ഒരു 6-7 സിനിമകൾ പ്രോപ്പറായിട്ട് എടുത്തു വെച്ച് ഒരു ദിവസം ജിത്തു വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമ കാണുമായിരുന്നു. അപ്പോൾ ജിത്തുവിനോട് ഞാൻ പറഞ്ഞു, ജിത്തു ഞാനിങ്ങനെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ജോണറൊന്നും അറിയാൻ പറ്റും. അപ്പോൾ എന്നോട് പറഞ്ഞു, ജിത്തുവോട് ചേട്ടാ എനിക്കും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ എടുത്തു വെച്ച 5 സിനിമകളുടെ പേര് പറഞ്ഞപ്പോൾ ഇത് 5 ഞാൻ കണ്ടതാണ്, വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് 5 നീ കണ്ടാണെങ്കിൽ പിന്നെ ഇനി ഞാനിത് കാണേണ്ട കാര്യമില്ല, കാരണം നിനക്കിതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പം അങ്ങനെ ഒരു ധാരണ നിനക്കുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ പേടിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ആ ജോണറിനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ജിത്തുവിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ഓരോ ദിവസവും എനിക്ക് ഓരോ സംശയങ്ങൾ വരും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ ചേച്ചീനെ ഞാൻ ഇപ്പോഴെങ്ങനെയാണ് കാണുന്നത്, അതെങ്ങനെയാണ് അപ്പോൾ ആ ഒരു ടൈം സ്പേസ്, ഞാനത് കഥ റിവീൽ ചെയ്യല്ല, പക്ഷെ ആ ജോണറിൽ അങ്ങനെ ഓരോ ലൂപ്പിലേക്ക് പോകുമ്പോഴും അത് കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ ജിത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ പിന്നീട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പുതിയ ആളുകളുണ്ടെങ്കിലും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അത് ഏറ്റവും എക്സൽ ചെയ്യുന്ന ഒരാൾ നമുക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണം എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വിഷ്ണു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൂടെ വന്നപ്പോൾ സിനിമ നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് ഒരു ലെയറും കൂടെ നമുക്ക് കയറി സിനിമ ആളുകളിലേക്ക് എത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഈ ഒരു ടീമിന് ഇപ്പോൾ ഞാനും ഒരു പക്ഷേ വിഷ്ണുവായിരിക്കും കുറച്ച് അധികം സിനിമകൾ വർക്ക് ചെയ്ത് ഇതിനകത്തുള്ള ആളുകൾ, പിന്നെ സിനിമയ്ക്കാണ് സീനിയർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീം ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഷൂട്ടിംഗ് വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും ഞങ്ങളുടെ അവിടുത്തെ കാടാണ്, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് അവിടെ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നു. ആ വഴി ഒരു മരം വീണ് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി പ്ലാൻ ചെയ്ത്, അപ്പോൾ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമ്മൾ അത്രയും ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യാറ്. അപ്പോൾ ഈ മരം പിന്നെ നമുക്ക് ആ ഷൂട്ട് നമുക്ക് ഇനി അത് നീക്കിയാലേ പറ്റുള്ളൂ. അപ്പോഴേക്കും ആന ഉണ്ടായിരുന്നു അവിടെ തന്നെ കാട്ടിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ആനേനെ കൊണ്ടുവന്ന് അത് നീക്കി പിന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ എന്ത് അവിടെ ഒരു ഹഡിലുണ്ടായാലും അതിനപ്പം തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ജിത്തു അപ്പോൾ പ്ലാൻ ചെയ്യും. മഴ പെയ്താൽ മഴയത്ത് ഷൂട്ട് ചെയ്യും, മഴ ഇല്ലെങ്കിൽ മഴയില്ലാതെ ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഭയങ്കര രസമല്ലേ നമുക്ക് ഈ പുതിയ ആളുകളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും പലതും അതിനകത്ത് പഠിക്കാറ്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര രസമുള്ളൊരു ടീം. പിന്നെ അസ്കറും ഈ പറയുന്ന രീതിയിൽ നമുക്ക് അവിടെ ഉള്ള നമ്മളുടെ സമയങ്ങൾ ഏറ്റവും സന്തോഷമാകുന്ന നമ്മുടെ കോസ്റ്റാർസ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇത് സക്സസ് ആകുമ്പോൾ എന്താ പറയുക, എന്തൊക്കെ നമ്മളുടെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും പടം തിയേറ്ററിൽ വന്ന ആളുകൾക്ക് ഇഷ്ടമായ മാത്രമേ ഈ സന്തോഷത്തിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു, അല്ലാതെ നമ്മളവിടെ സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിൽ സിനിമ പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ നമുക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആയാലും അത് ഭയങ്കര സന്തോഷമുണ്ട്. അതൊക്കെ തന്നെ ഈ സംഭവത്തിൽ വരുമ്പോൾ കണ്ടൊരു മൂവി ഉണ്ടെന്ന് പറഞ്ഞില്ല 5 സിനിമ. അപ്പോൾ അങ്ങനെ കഥാപാത്രങ്ങൾ മോൾഡ് ചെയ്തെടുക്കാൻ ആ സിനിമകളൊക്കെ സഹായിച്ചിട്ടുണ്ടോ? അത് 2 സിനിമ എന്ന് പറയാമോ? അല്ല, ഞാൻ കഥാപാത്രത്തെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശരിക്കും സിനിമ. എനിക്ക് ആ ജോണറിനോട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ അത് എൻ്റെ ടേസ്റ്റിൽ ഇല്ലാത്തൊരു ജോണർ ആയതുകൊണ്ട് അത് എനിക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഐ മീൻ എങ്ങനെയാണ് ഈ ഇത്തരം സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ. കാരണം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും ആ സിനിമ ചെയ്യും. അല്ലാതെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. കാരണം അത് ആ സ്പേസിൽ എത്തുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ അദ്ദേഹം തരുന്ന ഫീഡ്ബാക്ക് ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദിച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് അവിടെ വരുന്ന ഓർഗാനിക്കായിട്ട് വരുന്നത് ബിഹേവ് ചെയ്യാന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഈ ക്യാരക്ടറാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾ കുറച്ചുകൂടെ ലൗഡായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതിന് അയാൾക്കൊരു പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പാസ്റ്റ് ജിത്തു എനിക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്തതുകൊണ്ട് നമുക്കത് ഭയങ്കര ഈസി ഉണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ ജിത്തുവിൻ്റെ രസമുള്ള വേറൊരു കാര്യം പറഞ്ഞാൽ, അതായത് ജിത്തുവിൻ്റെ ടീമും
ആക്ച്വലി വിജയ് ഫാൻസിന്റെ അസോസിയേഷന്റെ മെയിൻ ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ താങ്ക്സ് കാർഡിൽ വിജയ് കാണാം, വിജയ്ക്ക് ഒരു താങ്ക്സ്. അപ്പോൾ വിജയ് സാറിന്റെ സിനിമകൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടീമിൽ നിന്നാണ് ഒരു ടീം ഫോം ചെയ്യുന്നത്, ആ ഫാൻസ് അസോസിയേഷൻ. അപ്പോൾ അത് ഒരുപക്ഷെ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ആ സാധനം കാണാം. അപ്പം ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, ജിത്തു ഇതിനകത്ത് ഒരു ചെറിയ വിജയ് ഫാൻ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എപ്പോഴും ത്രോട്ട് ഉണ്ടായിരുന്നു. നോർമലി ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു വെബ് സീരീസ് ഉണ്ട്, ഡാർക്ക് എന്നൊരു വെബ് സീരീസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മളെ തന്നെ ഒരേ ക്യാരക്ടേഴ്സ് തന്നെ പലതായിട്ട് വന്ന് ഇരിക്കുന്ന പ്രേക്ഷകരെ നമ്മളിപ്പോൾ എവിടെയാണ്, ഇതിപ്പോൾ എന്താണ്, ഇത് തമ്മിലുള്ള ലിങ്ക് എന്താണ്, അതൊരു ഡയറക്ടർ ഒരു റൈറ്ററെ സംബന്ധിച്ച് അത് ഒരു വലിയൊരു പോയിന്റ് ആണ്. അതായത് ഇരിക്കുന്ന പ്രേക്ഷകനെ കൂടെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്നത്. അപ്പം പിന്നെ ചിലപ്പോൾ രണ്ടാമതൊന്നുകൂടെ ടിക്കറ്റ് എടുത്ത സിനിമ കാണേണ്ടി വരുമായിരിക്കും, അങ്ങനെ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പം സംഭവത്തിനകത്തും അതേപോലെ തന്നെ ഇപ്പൊ അധ്യായം 1 അധ്യായം 2ലേക്കുള്ള ഒരു ഇതിന്റെ സഡനായിട്ട് നിർത്തുകയായിരുന്നു, ഇനി എന്താണെന്നുള്ളത്. ശരിക്കും ഓൾറെഡി അതെല്ലാം സെറ്റാണോ അധ്യായം 2ലേക്ക്? ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ പ്രേക്ഷകൻ ഇങ്ങനെ എൻഗേജ് ആയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കണം എന്നുള്ളത്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരു സിനിമ കണ്ടു തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാലും കുറച്ച് നേരത്തെങ്കിലും ആ സിനിമയെ പറ്റി ആൾക്കാരൊന്ന് തിങ്ക് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണം. അങ്ങനെയുള്ള സിനിമകൾ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹൈ തരാറുണ്ട് അങ്ങനത്തെ സിനിമകൾ. ബ്രോ പറഞ്ഞതുപോലെ ഡാർക്ക് സീരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. അതുപോലെ ലോസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. നിങ്ങൾക്കറിയാം, ഷോർട്ട് ഫിലിമിലാണെങ്കിലും ഇപ്പോൾ സിനിമയിലാണെങ്കിലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉറപ്പായിട്ടും ഉണ്ട്, അതിൻ്റെ ഇൻസ്പിറേഷൻസ് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് ജസ്റ്റ് കണ്ട് കഴിഞ്ഞ് അവിടെ വിട്ടിട്ട് പോകുന്ന സിനിമകളല്ലാതെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരത്തെങ്കിലും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന സിനിമകൾ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സെക്കൻഡ് പാർട്ടിന്റെ റൈറ്റിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ഒരു സ്ക്രിപ്റ്റ് ഫോർമാറ്റോട്ട് ആയിട്ടില്ല, ഐഡിയാസ് ആണ് ഇൻഡസ്ട്രി നോക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ചെയ്യും. ചലഞ്ചിങ് ആണ്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി, ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ഒരു ചലഞ്ചിങ് ആയിരിക്കും? ഒരേ സമയത്ത് രണ്ട് ഇത് ചെയ്യാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പം എത്രത്തോളം എന്റെ കഥാപാത്രം ഇനി ഒരു വ്യത്യസ്തമായിട്ട് കഥാപാത്രം ആയിരിക്കണം പ്രേക്ഷകരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആദ്യമേ ജിത്തു ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ ഇത്രയും പ്രോപ്പർ ഒരു സ്ക്രിപ്റ്റ് ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടില്ല. കാര്യം അതിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു കൺഫ്യൂഷൻ ഇല്ല, ഇത് ഈ ക്യാരക്ടറിന്റെ മൂഡ് എന്താണ്, ഇത് അത്രയും ഡീറ്റെയിൽ ആയിരുന്നു ആ സ്ക്രിപ്റ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിന്നെ ജിത്തുമായിട്ട് സംസാരിക്കുമ്പോഴും ഈ 5 മണിക്കൂറും ഈ 2 മണിക്കൂറും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ജിത്തു സംസാരിക്കുമ്പോഴത്തേക്ക് ജിത്തു എനിക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി കാരണം ഇതാണ് പരിപാടി, ഇത്രയും മതി, ബാക്കി നമുക്ക് സെറ്റ് ചെയ്ത് പൊളിക്കാൻ എന്നുള്ളൊരു മൂടാണ്. അല്ല ഞാൻ ഈ സിനിമ ഒരു ആഘോഷമായിട്ടാണ് എടുത്തത്. കാര്യം എനിക്ക് ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഓക്കെ, എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും കിടില ഒരു സ്ക്രിപ്റ്റ്, ഇത് അവൻ എന്നെ വെച്ച് ചെയ്യാമെന്ന് പറയുന്നു, അതിൽ കൂടുതൽ അപ്പൊ അത് പ്രൊഡ്യൂസർ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു, അതിൽ കൂടുതൽ എനിക്ക് വേറെ ഹൈ ഇല്ലായിരുന്നു. പിന്നെ സെറ്റ് പോയി പൊളിക്കുക എന്നുള്ളത് എന്റെ കയ്യിലുള്ള സാധനമാണ്. അപ്പൊ ഞാൻ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ സെറ്റിൽ ഫസ്റ്റ് ഡേ എത്തുമ്പോൾ തന്നെ ഞാൻ കിടിലം കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ അസോസിയേറ്റ് എന്തുണ്ടെങ്കിലും എനിക്ക് ജിത്തുവിനെ കണ്ടില്ലെങ്കിൽ അസോസിയേറ്റ് നോക്കുമ്പോഴത്തേക്കും മെൽവിനെ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. മെൽവിൻ കയറിപ്പോയാ കുറയ്ക്കണം, ഇതൊക്കെ മെൽവിന് കറക്റ്റ് നമുക്ക് ഭയങ്കര കണക്റ്റ് ആയി എല്ലാവരും. ഒരു ഫ്രണ്ട്സ് സർക്കിൾ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിടെ നിർത്തണം, എന്ത് വേണം എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പം മറ്റുള്ള ലാംഗ്വേജ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും മലയാള സിനിമയാണ് റെപ്രസെന്റ് ചെയ്യുക. മലയാളത്തിൽ ഒരു നല്ല സിനിമ ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാള സിനിമ നിങ്ങൾ റെഫർ ചെയ്യുക, അങ്ങനെയാണ് കൂടുതൽ പേര് പറയുന്നത്. അപ്പം ശരിക്കും പറയുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ റീസെന്റ് ആയിട്ടുള്ള പടങ്ങളൊക്കെ ഇപ്പം മാസ് ആക്ഷൻ ഹീറോ ലെവൽ അല്ലെങ്കിൽ ഒരു മാസ് മസാല ഉള്ള പടങ്ങളല്ല, ആക്ഷൻ ഹീറോസോ ഒന്നുമല്ല, പ്രാർത്ഥിച്ചെടുത്ത് പറഞ്ഞ കഥാപാത്രങ്ങൾ, മറ്റേ ഇഷ്ടത്താനാണ് നമ്മൾ ചേർന്ന് ചെയ്ത കഥാപാത്രങ്ങൾ. അപ്പം ക്യാരക്ടേഴ്സ് വലിയ ഹീറോയിസ് അല്ലെങ്കിൽ മാസ് ഡയലോഗുകൾ പറയുന്നത് മാത്രമല്ല, പെർഫോമൻസിലൂടെ ആളുകളുടെ ഉള്ളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ ഓവർ ആക്ഷൻ ലെവലിലേക്ക് ഒരു ആക്ടർ എന്ന ലെവലിലേക്ക് ഒരു ഇന്ന ലെവലിൽ പെർഫോം വേണം എന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടർ ആയാലും ഇന്ന ലെവലിൽ പെർഫോം ചെയ്യുന്ന സീനുകൾ വേണം എന്നുണ്ടോ?
അങ്ങനെയില്ല. ഇപ്പൊ പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയൊരു കറക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ല, ശരിക്കും മലയാള സിനിമയുടെ തുടക്കകാലം തൊട്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട്, അതായത് ഇവിടെ എപ്പോഴും ലിറ്ററേച്ചറിന് ഭയങ്കര, എഴുത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എല്ലാ സിനിമയിലും എല്ലാ ഇൻഡസ്ട്രിയിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എക്സ്പെരിമെൻറ്റുകൾ ഒരുപാട് കൂടുതൽ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം പണ്ട് തൊട്ടേ. കാരണം ഇത് എനിക്ക് അത് കൂടുതൽ ഇതായത് ഞാൻ പരസ്യങ്ങൾ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ പരസ്യം ചെയ്യുന്ന സമയത്ത് തിരുസാറായിരുന്നു അതിൻ്റെ DOP. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയായിരുന്നു. അദ്ദേഹമൊക്കെ അന്ന് പഠിക്കുന്ന സമയം തന്നെ ഇവിടെ വരുന്ന സിനിമകൾ വെയിറ്റ് ചെയ്യായിരുന്നു ഏതാണ്. അപ്പോൾ അത്തരത്തിൽ കാലങ്ങളായിട്ട് മലയാളത്തിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എല്ലാ സമയത്തും. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ത്യൻ ഭാഷയിലുള്ള പല സിനിമകളിലും പല ലാംഗ്വേജിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. മലയാളത്തിൽ മാത്രമല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇവൻ ബോളിവുഡിൽ പോലും. കാരണം ഒരു കാലത്ത് കമേഴ്ഷ്യൽസ് മാത്രം ഉണ്ടായിരുന്ന അവിടെ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ആ സ്പെസിഫിക് ആയിട്ട് എന്താണ് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനൊരു പേസ് ഉണ്ടാവും. അതിനൊരു ആ ഡയറക്ടർ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഏത് ലെവലിൽ മീറ്ററിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് ആ സബ്ജക്റ്റാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഡിയർ ഫ്രണ്ടിൻ്റെ ഒരു പേസിങ് നമുക്ക് ആദ്യമേ ഇങ്ങനെ ആയിരിക്കണം ഇത് പ്ലേസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അതുപോലെ ആയിരിക്കില്ല മറ്റൊരു സിനിമ. ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ കുറച്ചുകൂടെ ഒരു ലാർജർ ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു ഫെസ്റ്റിവൽ സിനിമയ്ക്ക് അതിന് വേറൊരു പേസും വേറൊരു ഇതായിരിക്കും. അത് ആക്ടർ അഡോപ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ ഒന്ന് ആ ക്യാരക്ടറും അല്ലെങ്കിൽ ആ എന്താണ് അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞോളൂ അതിൻ്റെ ഒരു റിതം കിട്ടാൻ വേണ്ടിയിട്ടൊരു ടൈം എടുക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ആക്ടറിനേക്കാൾ കൂടുതൽ അത് ഡയറക്ടറിലാണ് അത് ആദ്യം വരുന്നത്. അപ്പം ആ രീതിയിൽ അങ്ങനെ ഒരു പ്രോപ്പർ വിഷനുള്ള ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആക്ടറിന് വളരെ ഈസി ആയിരിക്കും. ഇന്നലൊരു വീഡിയോ 1 മില്യൺ അബവ് വൈറലായിട്ട് കളിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് പടം കഴിഞ്ഞ് ഇറങ്ങണ ഇങ്ങനെ റിവ്യൂ പറയുമ്പോൾ ആസിഫിക്ക് ഒരു വീഡിയോ എടുക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്. അതിനുള്ള കമന്റ്സ് ശ്രദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസിൽ ഇതുപോലെ ചേർത്ത് ഇക്ക ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് കൊണ്ട് ഭയങ്കര കമന്റ്സ് വരുന്നുണ്ട് സോഷ്യലി. ആസിഫിക്ക് എന്തായിരുന്നു പറഞ്ഞു പടം കണ്ടു കഴിഞ്ഞിട്ട്? പടം കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞു. പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ചേട്ടനല്ലേ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ അതിനു മുമ്പ് തലേന്ന് ഇക്കാനെ ഞങ്ങൾ ഫുൾ ക്രൂ പോയി കണ്ടിരുന്നു. അവിടെ തൊട്ട് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വിശ്വാസം ഇക്ക തന്നു. എടാ പടം നന്നായി വരും എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ഓറ ഞങ്ങൾക്ക് തന്നാണ് അന്ന് അവിടെ നിന്ന് വിട്ടത്. അപ്പോ അത് കഴിഞ്ഞ് അത് ഈ പറഞ്ഞല്ലേ എൻ്റെ ചേട്ടനല്ലേ ഡൗൺ ടൈമിലും ആള് ഭയങ്കര പോസിറ്റീവായിട്ട്. പിന്നെ ഏതൊരവസ്ഥ വന്നാലും ചേട്ടൻ കൂടെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുള്ളൂ. ഇതിന്റെ ബാക്കിൽ വേറെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണേലും ക്യാമറ അസിസ്റ്റൻസ് ആണേലും പറഞ്ഞ ഇവന്റെ ക്യാമറ DOPയുടെ ക്രൂ ആണേലും എല്ലാവരും ഒരു സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫ്രണ്ട്സ്, എല്ലാവരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ബോണ്ടും ഭയങ്കര ഫ്രണ്ട്സ് പോലെ തന്നെയാണ് ഇപ്പൊ. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇനിയും കുറെ ആൾക്കാർ എല്ലാരും വന്നു കഴിഞ്ഞാൽ ഞങ്ങള് അല്ലെ ബാക്കിലേക്ക് കുറെ പേരുണ്ട്. അവരോടൊക്കെ ഭയങ്കര ഭയങ്കര നന്ദിയുണ്ട്. ആ സൗഹൃദത്തിനും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് നമ്മളെ കൂടെ നിന്ന് അവരെയും കൂടെ ഒരു അധ്വാനമാണ് ഇപ്പോ ഞങ്ങൾ ഇത്രയും പേരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ളൊരു കാരണം. അപ്പോ അവരുടെ സപ്പോർട്ടിനും ഭയങ്കര നന്ദി ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. ഈ പടത്തിനെ പറ്റി എല്ലാവരും ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു ഇതിൻ്റെ ഓഡിയോഗ്രാഫി. നോക്കുവാനാത്തിന് ഇവൻ മഴത്തുള്ളി വീഴുന്ന സൗണ്ട് പോലെ എത്ര റിയലിസ്റ്റിക്കാണ് നമുക്കത് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പടം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എടുത്തുന്ന പ്രിപ്പറേഷൻസ് ഓൾസോ ഇപ്പോൾ എന്താ പറയുക അത് ഇത് ചെയ്തൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ജിത്തു ഒരു ഇതുപോലെ വിളിച്ചിട്ട് ഫസ്റ്റ് ചേട്ടാ ഇതുപോലെ ഞാനൊരു പടം ചെയ്യാൻ പോവാണ്, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, എപ്പോഴെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് മീറ്റ് ചെയ്ത് ഞാൻ ഷോർട്ട് ഫിലിം കണ്ടു. ബേസിക്കലി ഫസ്റ്റ് ജിത്തുവിൻ്റെ ആ കോൾ ആ മീറ്റിൽ തന്നെ ചേട്ടാ ചേട്ടന് കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ചേട്ടൻ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ ആഗ്രഹം അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് മലയാളം പടം ഇതേപോലെ ഒരു ഷോർട്ട് ഫിലിം സിനിമയായതാണ് നേരം. എൻ്റെ ഫസ്റ്റ് സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് നേരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലായിരുന്നു. സോ എനിക്ക് ബേസിക്കലി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ യെസ് ആണ് ഉള്ളിലുണ്ടായിരുന്നത്.
അപ്പോൾ ഒന്ന് അതേപോലുള്ളൊരു ട്രാവൽ ഭയങ്കര രസമാണ്. ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്കുള്ള കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു സിനിമ എടുക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഫീല് ആ തുടക്കകാലങ്ങളുണ്ടായിരുന്നു. ഇപ്പം അൽഫോൺസ്, കാർത്തിക്, സുബ്രാജ് ആ ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാനും ഇൻഡസ്ട്രിയിൽ എത്തുന്നത്. പിന്നീട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മിസ്സായ ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള എന്താ പറയുക ഒരു ഈഗോലെസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് സിനിമ വർക്ക് ചെയ്യാൻ പറയുന്നൊരു ഫീലാണ് ആദ്യമായിട്ട് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തൊരു കാര്യം. അതിന് ജിത്തുവിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതിനുശേഷം ഫഹദിൻ്റെ ഗോളായിരുന്നു. അത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജിത്തുവിനെ ട്രസ്റ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസർ. ഫസ്റ്റ് ഗോളിൽ തന്നെ എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു ഈ പടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനിക്ക് ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യലുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഓഡിയൻസ് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക. അതിനുള്ള വലിയൊരു സ്പേസുള്ള സിനിമയാണ്. കാരണം നമ്മളൊരു സർറിയൽ സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് നമുക്ക് സൗണ്ടിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഹുക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരുപാട് പണിയെടുക്കാനുണ്ട്, എത്ര വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം, അത്രത്തോളം നമുക്കിത് ആൾക്കാരിലേക്ക് കണക്റ്റഡ് ആക്കാൻ പറ്റും. ബിക്കോസ് ആ സ്പേസിലേക്ക് ആൾക്കാരിലെ എത്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന കണ്ടന്റിലേക്ക് അവർ കണക്റ്റഡ് ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് എന്തൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് ഒരുപാട് സൗണ്ടുകൾ. ആദ്യം എടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കേട്ട ശബ്ദങ്ങളായിരിക്കില്ല, നമ്മൾ ഡെയിലി കേൾക്കുന്ന ശബ്ദങ്ങൾ ആയിരിക്കരുതെന്നുള്ളൊരു തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ശബ്ദങ്ങൾ ഒരുപാട് സിംഗിൾ സൗണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സൗണ്ടിനും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. ചെറിയ ചെറിയ ശബ്ദങ്ങളാണെങ്കിൽ പോലും ആ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യാന്നുള്ളൊരു ഫോക്കസ് ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പം ചിലപ്പം തണ്ടറിൻ്റെ സൗണ്ട് ആയിരിക്കും. ആ തണ്ടർ ശരിക്കും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ, അത് പിക്ക് ചെയ്തെടുത്ത് ഫീൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മളതിനെ ഇതുവരെ കേൾക്കാത്ത ഒരു ലെയർ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് ഇങ്ങനെ കഴിയുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവെ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും, പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ഇപ്പം മ്യൂസിക് ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എഡിറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒക്കെ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഗോൾഡിൻ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ നിന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇത് എത്രത്തോളം എത്തിക്കാൻ പറ്റും, ഇത് എന്തായിരിക്കും തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഒരു അവസ്ഥ. ബിക്കോസ് ഇവരാരും ഒരുപാട് അറിവുകളുള്ള ആൾക്കാരായിട്ട് വന്ന് നിന്നിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ഇതിനകത്ത് ഫ്ലോസ് കണ്ടെത്തുകയും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം. ഒരു 2+2+5 അല്ലേ, എത്രയും നമ്മൾ അത്രയും സമയം ഓഡിയൻസിനെ എങ്ങനെ ഹുക്ക് ചെയ്തിരിക്കാം. പ്രത്യേകിച്ച് വിഷ്വലി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലാഗ് ഫീൽ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സാധനം. കാര്യം ഒരൊറ്റ ലൊക്കേഷനാണ്, അതിനകത്ത് നമുക്ക് എന്തോരം എക്സ്പ്ലോർ ചെയ്യാം. ബേസിക്കലി നമ്മൾ തന്നെ ആ ചലഞ്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ അതിനെ മീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എത്രയും എൻഗേജിങ് ആയിട്ട് ഒരു പോയിന്റിൽ ഓഡിയൻസ് പുറത്ത് ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ ഇത്രയും ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ട ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് അത് ഹുക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൗണ്ടിലും സ്കോറിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ സൗണ്ടും സ്കോറും സൗണ്ട് മിക്സിലും ഒക്കെ ആയതുകൊണ്ട് ഫൈനലി എൻ്റെ കൂടെ ഒരു ഇതിലേക്ക് വന്നു. അപ്പോൾ അത് അറിയില്ലായിരുന്നു ഇത്രയും അത് ആൾക്കാരിലേക്ക് കണക്റ്റ് ആകും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്തി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു ആക്ടറെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി ഏത് സമയത്താണ് അസ്കറിൽ കയറി വന്നത്? സ്റ്റാർട്ടിങ് മുതൽ അസ്കറിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഴുതിയിട്ടുണ്ടായിരുന്നത്? ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ആക്ടറെ കണ്ടല്ല എഴുതിയത്, കണ്ടന്റ് തന്നെ ഫോക്കസ് ചെയ്താണ് എഴുതിയത്. പിന്നെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്, അസ്കറിനെ പരിചയമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളടുത്ത് പോയിട്ട് പല കഥകൾ എഴുതുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു പുതിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കഥകൾ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ഇവനെത്രത്തോളം ഇത് പുൾ ഓഫ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ട്രസ്റ്റ് നമ്മോട് തോന്നി. അങ്ങനെ
സിനിമ സംഭവിച്ചത്? തിരിച്ചാണ് പറയേണ്ടത്. അവന് എന്നിലൊരു ട്രസ്റ്റ് കൂടെ തോന്നി, അവനൊരു കോൺഫിഡൻസ്. ഞാൻ ചോദിച്ചു, നീ കോൺഫിഡന്റ് ആണോ? പടത്തിന്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണോ എന്നെ വെച്ചത് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ ഇതിനു മുമ്പും സ്ക്രിപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അതില്ല, ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ ഒരു വൈബ് ഉണ്ടായി. ഫുൾ ടീമിൽ എല്ലാവരും, അല്ലെങ്കിൽ എല്ലാവരും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണല്ലോ. അങ്ങനെയാണല്ലോ ഓരോ പ്രൊജക്റ്റുകളും ഉണ്ടാകുന്നത്. സിനിമയെന്ന് മാത്രമല്ല, ഏതിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇത് സംഭവം. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രസ്റ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇക്ക പറഞ്ഞത്, നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഇക്കയുടെ ഭാഗത്തു നിന്നുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ഫീൽ ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ക്യാരക്ടർ ഇതാണ്, മൂഡ് ഇതാണ്. അപ്പോൾ ഇക്ക ഓരോ ദിവസം പ്രിപ്പയർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അത് ചെയ്തിട്ട് ചെറിയ ചെറിയ ഓൾട്രേഷൻസ് മാത്രമേ നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ആർട്ടിസ്റ്റ് ഓക്കെ പറയണമെങ്കിൽ അത് എന്താ പറയുക, നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ആ ട്രസ്റ്റ് അദ്ദേഹത്തിൽ ഉണ്ടായി എന്നുള്ള സംഭവം എന്നെ പോലത്തെ ഒരു തുപ്പിയ ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ പ്രോജക്റ്റ് നമ്മൾ ആദ്യമേ ഞാൻ ജിത്തു സംസാരിച്ച് ഓണായെങ്കിലും സപ്പോർട്ടിങ് കാസ്റ്റ് എല്ലാം ആയി വരുമ്പോഴും ആ ലീഡ് ആര് ചെയ്യുന്നുള്ളൊരു നമ്മൾ ആ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അസ്കർ യെസ് പറഞ്ഞപ്പോഴാണ് ടെക്നിക്കലി പ്രോജക്റ്റ് ഓൺ ആയത്. ആ ഒരു പോയിന്റിലാണ് യെസ് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു സ്റ്റാർട്ട് ഡേറ്റ് കിട്ടിയത്. നമുക്കൊരു ഡേറ്റ് മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പം സിനിമ കണ്ട സമയത്ത് അത് എത്രത്തോളം ശരിയാണോ എനിക്ക് അറിയില്ല ക്വസ്റ്റ്യൻ. ഇപ്പം എനിക്ക് തോന്നിയത് പല റിവ്യൂസൊക്കെ പറയുന്നത് അസ്കർ പെർഫോം ചെയ്യുമ്പോൾ പക്ക ആസിഫ് എൻ്റെ ഒരു കുറേ മനസ്സിങ്ങൾ വരുന്നുണ്ട്. അത് എന്തായാലും അങ്ങനെ വരും. അപ്പം ഇത് ഏതെങ്കിലും ഒരു സീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ജീത്തു പറഞ്ഞിട്ടുണ്ടോ നമുക്കൊരു ആ ഒരു മനസ്സിൽ കയറി വരുന്നുണ്ട്, നമുക്കൊന്ന് മാറ്റി പിടിക്കാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും തോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, തലവെട്ടി കിടന്നിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഉള്ള തല വെച്ചില്ല അഭിനയിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഇനി അങ്ങനെ മാനേഴ്സും വരുന്നതെല്ലാം ഞാൻ മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒറ്റ മോനാണോ വീട്ടില്? അതറിയില്ല. നോർമലി പുതുമുഖ സംവിധായകർ ഇപ്പൊ മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ പുതുമുഖ സംവിധായകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഒരു ബഡ്ജറ്റ് ഇടും. ഇത്ര ബഡ്ജറ്റിനുള്ളിൽ തന്നെ പണം തീർക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രം ചെയ്യാമെന്നുള്ള ലെവലിലേക്ക്. ഇപ്പൊ ഇതിനും അങ്ങനത്തെ ബഡ്ജറ്റ് ഇടുകയാണ്. അപ്പൊ ബഡ്ജറ്റിന് മുകളിൽ പോയെന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല. ഇവിടെ വരെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ള ഒരു കാൽക്കുലേഷൻ. അത് ബ്രേക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊഡ്യൂസറുടെ ഒരു പെയിൻ ഉണ്ടല്ലോ, ഇത് കൈ നിൽക്കുമോ എന്നൊരു പേടിയുണ്ടോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ജിത്തുവിനെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ സിനിമ ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു. എന്ന്, എങ്ങനെ, എപ്പോൾ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ബഡ്ജറ്റ് ഡെഫിനറ്റ്ലി കൂടിയിട്ടുണ്ട്. അത് സിനിമ നന്നാക്കാനാണ്. നമ്മൾ എക്സ്ട്രാ ഇട്ട ബഡ്ജറ്റ് എല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. കൂടിയപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് നവീൻ ഊട്ട, പുള്ളി ഇതിലോട്ട് വന്നു. ഈ സിനിമ എന്തായാലും ഉണ്ടാവുമായിരുന്നു, പക്ഷേ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് നവീനാണ്. പുള്ളി എൻ്റെ കൂടെ US വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് 18 വർഷമായിട്ട് അറിയാം. പിന്നെ എൻ്റെ 2 സഹോദരന്മാരുണ്ട്, ഫായസ്. ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അനുരാജ്, അരുൺ. ഇവർ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കണം എന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബഡ്ജറ്റ് കയറി നമ്മൾ ഓരോ ഘട്ടത്തിലും ഈ സിനിമ എലിവേറ്റ് ചെയ്യാൻ ഇനി നമുക്ക് വേണ്ടത് സൗണ്ടാണ് എന്ന് ജിത്തുവിൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു വളരെ ടാലൻറ്റഡുമാണ്, എക്സ്പെൻസീവുമാണ്. കാര്യം ടാലൻറ്റ് ഡിമാൻഡ്സ് സർട്ടൺ കോസ്റ്റ്. അപ്പോൾ നമ്മൾ അതിന് എല്ലാത്തിനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണോ? അല്ല. പക്ഷേ തിങ്സ് ഫെൽ ഇൻ ടു പ്ലേസ്. നമ്മൾ എങ്ങനെ പറയും, പ്രപഞ്ചം നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തന്നു. ഇനിയും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അതിൽ കൺവിക്ഷൻ ഇല്ലാതെ ഇറങ്ങി തിരിക്കരുത്. പിന്നെ അത് നമ്മൾ കരയ്ക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ അസ്കർ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ഇരിക്കുന്ന 10 പേരല്ല ഈ സിനിമ. ഇതിൻ്റെ പിറകിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് 300-350 പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ആ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത് ഇത് ബിഗ് സ്ക്രീനിൽ വരാനും ഇത് ആൾക്കാരിലേക്ക് എത്താനുമാണ്. അപ്പോൾ എങ്ങനെയോ നടന്നു. അതിപ്പോൾ പോസ്റ്റ്മോർട്ടം ഒന്നുമില്ല. ദർ ഇസ് നോ റൈറ്റ് ഓർ റോങ് വേ ടു റിലീസ് എ മൂവി. നമ്മളിത് ചെയ്തു.
എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പൊ ജിത്തു വന്നിട്ട് ഇന്ന് ഇതുവരെ സ്പെൻഡ് ചെയ്ത മണിയാണ് നമ്മുടെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ സംഭവമല്ലേ സംഭവിച്ചു. ഈ സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ വിനീതേട്ടൻ പറഞ്ഞ പോലെ അത് അദ്ദേഹത്തിൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു ഇതും അതിനകത്ത്, പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഒരു കോമിക് റിലീഫ് അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ സിനിമയ്ക്കകത്ത് പോസിബിൾ അല്ല ഈ ഒരു കഥ പറയുമ്പോൾ. അപ്പോൾ ഇത് ജിത്തു കഥ പറയുമ്പോൾ ഈ ഒരു കോമിക് കോമഡി അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യുന്നു ആ രീതിയിലല്ല, പക്ഷെ ആ ക്യാരക്ടർ ഒരു റിലീഫും ഇയാളെ എന്തോ ഒരു സഹോദര സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ എത്രത്തോളം അട്രാക്റ്റീവായിട്ട് തോന്നി അതായത് ഇത്തിരി ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ ഉൾക്കൊണ്ടത്? എനിക്കൊരു കൗതുകം തോന്നിയതാണ് എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു അവരോട് കുറച്ചുകൂടി കൊള്ളാവുന്നാണെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി തരണമെന്നൊക്കെ. അല്ല അത് പുള്ളിയാണ് എന്നോട് ഇതൊരു പോലീസുകാരനല്ലാത്ത ഒരു പോലീസുകാരൻ, അങ്ങനെ തന്നെയാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ അത്ര എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം വരും. അപ്പം ഞാൻ പോയിട്ട് ചോദിക്കും ഞാൻ ശരിയല്ല ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഈ റിലീസിൻ്റെ അന്ന് വരെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തർക്കിക്കാറുണ്ടായിരുന്നു ഞാൻ ശരിയായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട്. പിന്നെ അവൻ പറയുന്നത് പോലെ അവൻ നിന്ന് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വേറെ എൻ്റെ വക പരീക്ഷണമൊന്നുമില്ല. ഹലോ ജിത്തു ബ്രോ, ഒരു സെക്കൻഡ് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഇത് പറയാനായിട്ടാണ്. ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇപ്പോഴും മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ സൗണ്ട് ഒരു സിനിമയിൽ ചെയ്യുന്ന ഒരു ഇതിന് ലൈക്ക് ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്തൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി ആണെങ്കിലും പുറത്തുള്ള ഇൻഡസ്ട്രീസ് ആണെങ്കിലും. അപ്പോൾ ഫഹദിൻ്റെ അടുത്ത് ആദ്യം ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, വലിയൊരു സ്പേസ് ഉണ്ട് പടത്തിൽ. ഇതുപോലൊരു പടം തിയേറ്ററിൽ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ സൗണ്ട് ഫീൽ ചെയ്ത് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാ പടങ്ങൾക്കും ഉണ്ടാവും. ബട്ട് ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സ്പേസ് എന്നൊക്കെ ഉള്ളൊരു സ്ക്രിപ്റ്റും അതിൽ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഏറ്റവും ഇതിൽ ഭംഗിയിൽ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഞാനല്ല, വേറെ ആരാണ് എൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്താലും ഒരു സ്പെൻഡ് ചെയ്യുന്നില്ല, അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല, അവർ നീഡ് പറയുന്നതിൽ ഒരിക്കലും ഡൗട്ട് ആവേണ്ട കാര്യമില്ല. ബിക്കോസ് അത്രത്തോളം എക്സ്പീരിയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ ഒരു കൺസേൺ ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ എത്രയോ ഇരട്ടി പ്രൊഡക്ഷൻ വാല്യൂ കൂട്ടി തരുന്ന ഒരു പ്രോസസ്സാണ്. ഐ തിങ്ക് ഇപ്പോൾ ആ ഒരു എക്സ്പെൻസ് എന്നുള്ളത് മാറിയിട്ടാവും. ഞാനത് പറഞ്ഞത് തെറ്റായിട്ട് ആരും ധരിക്കരുത്. നമ്മളൊരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഒരു ലെവൽ വരെ നമ്മളൊരു സ്പീഡിൽ പോകും. പിന്നെ ഒരു നൈട്രോ ബൂസ്റ്റ് ഉണ്ടല്ലോ, അതാണ് വിഷ്ണു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാം, ജിത്തുവും എല്ലാവരും എനിക്ക് തന്നെ പറയാം, ഈ സിനിമയിലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിയോഗ്രാഫി ചെയ്യുന്ന ആളാണ് വിഷ്ണു. അപ്പോൾ വിഷ്ണു ഒരു സിനിമ ചുമ്മാ ചെയ്യൂല. ഇപ്പം സിനിമയെ ഒരുപാട് ഫോളോ ചെയ്യുന്ന സിനിഫൈൽസ് ഉണ്ടെങ്കിൽ വിഷ്ണുവിൻ്റെ പേര് കാണുമ്പോൾ തന്നെ ആ പ്രോജക്റ്റിന് ഒരു സീരിയസ്നെസ് വരും. അതുകൊണ്ട് വിഷ്ണു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വിഷ്ണുവിന് ഈസി ആയിട്ട് നോ പറയാം. കാര്യം നമ്മുടെ സിനിമയ്ക്കായിരുന്നു വിഷ്ണുവിന് ആവശ്യം. വിഷ്ണുവിന് ഈസ് ഓൾറെഡി പ്രൂവൻ. നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ടുവേർഡ്സ് ദ എൻഡ് ഈ സിനിമയെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ. അല്ല, ശരിക്കും ഇത് എനിക്കും ആവശ്യമുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. കാര്യം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസിലുള്ള സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനും എൻ്റെയും ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ കേസ് തന്നെ പറയാം. ഫഹദ് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഫഹദ് എന്നെ കൊണ്ട് കഴിയാവുന്ന അത്ര ഞാൻ എന്താ ചെയ്യാൻ പറ്റും ചെയ്തത്. പക്ഷേ ഫഹദ് പറഞ്ഞു അങ്ങനെ ഒരു ഇതും വേണ്ട, വിഷ്ണു പറയുന്നതെല്ലാം മനസ്സിലായി, നമുക്ക് മാക്സിമം ഇതിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇങ്ങനൊരു പ്രൊഡ്യൂസർ എപ്പോഴും ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ പ്രൊഡ്യൂസറായിട്ടുള്ളൊരു സംസാരം എപ്പോഴും ഉണ്ടാവും. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക, അതും ഇത്രയും ഒരു സ്റ്റേജിൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അങ്ങനെ ഒരു കൺസ്ട്രെയിൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ വിഷ്ണു ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതവിടെ ഉണ്ടായി. അതിൻ്റെ റിസൾട്ടും കൂടെയാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ദ ഹോൾ ടീം ഹാസ് ദ ട്രസ്റ്റ് ആൻഡ് കണക്ഷൻ. എല്ലാ സിനിമയിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത സിനിമയിലും ഞാൻ ഇവിടുന്ന് വിഷയത്തിൽ പറഞ്ഞോട്ടെ. ഇപ്പം ബഡ്ജറ്റിൻ്റെ കേസ് പറഞ്ഞതല്ലേ, ഇപ്പോൾ നമ്മുടെ ഫുൾ ടീം അറിയാം, നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തു വന്നൊരു ക്രൂ ആണ്.
അപ്പോൾ ഈ സിനിമ എഴുതി തുടങ്ങുന്ന സമയം തൊട്ടേ ഇതിൽ ഇപ്പോൾ കുറച്ച് പേരെങ്കിലും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പടത്തിൽ സൗണ്ട് ഭയങ്കര ഒരു ക്യാരക്ടറാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ആ സമയം തൊട്ടേ മൈൻഡിലുള്ള ഒരേ ഒരു പേര് വിഷ്ണു ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ ഫാദുകേരാണെങ്കിലും പടം കമ്മിറ്റ് ചെയ്യുന്ന സമയം തൊട്ടേ പറഞ്ഞ പേര് ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ആ ഒരാളെ തന്നെ തന്നം എന്നുള്ള സാധനമാണ്. പക്ഷെ ആള് ഈ പടം കമ്മിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാര്യം പണ്ട് ചെയ്യാൻ പോണ പടം ലാലേട്ടൻ നമുക്ക് ചാക്കോച്ചമാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ പോലത്തെ ചെറിയ സിനിമ ആള് കാണുമോ എന്ന് ഒരു സംശയമായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ ചെയ്യുന്നത് സിനിമയാണോ എന്ന് പോലും കൺസിഡർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇതിനുള്ളിൽ മീൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി വിഷ്ണു ചേട്ടൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്തു, വിഷ്ണു ചേട്ടൻ ഈ സിനിമ കണ്ടിഷ്ടപ്പെട്ടു, ആൾ കമ്മിറ്റ് ചെയ്ത ആ മൊമെന്റിലാണ് എന്താ പറയാ പുറത്ത് ഒരു സിനിമയിൽസ് എങ്കിലും ഓക്കെ ഇതൊരു സിനിമയാണെന്നുള്ള ഒരു കൺസിഡറേഷൻ നമുക്ക് തന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബഡ്ജറ്റിന്റെ കേസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ അതൊന്നുകൂടി കാറ്റ് വരുവാണ്. അതായത് നമ്മൾ ഓവർ ബഡ്ജറ്റിലോട്ട് പോയി എന്നുള്ളൊരു സംഭവം അതൊരു എത്ര ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി പറയാണ്. അതായത് എന്ന് പറയാണ്. അപ്പം അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും ഓരോ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. നോർമലി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ ഒരു ഓപ്ഷൻ ആണെങ്കിൽ അതായിരിക്കും സിനിമയ്ക്ക് ആവശ്യം. അപ്പൊ ആ ഒരു സാധനം പ്രൊഡ്യൂസർ എടുക്കുന്നത് നമ്മൾ അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് ബഡ്ജറ്റ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലാരിറ്റി തന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അത് അങ്ങനെ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഒരു കൺസിസ്റ്റന്റ് ലെവലിൽ അല്ലെങ്കിൽ ഇത്ര ലൗഡ്നെസ്സിൽ കൊടുക്കുന്ന ഒരു ഓഡിയൻസ് ആയിരിക്കത്തില്ല ഫ്രണ്ടിൽ വരിക. നമ്മുടെ ഈ മലയാള സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു ഭാഗ്യം ഇങ്ങനെയുള്ള സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഒരു ഹിറ്റായ കണ്ടന്റ് അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി അടുത്ത പടത്തിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറില്ല. പുറത്തുള്ള സിനിമ ഇൻഡസ്ട്രീസ് നോക്കിയാൽ അവർ കുറച്ച് നാൾ ആ സ്ട്രാറ്റജിയിലായിരിക്കും പോവുക. അപ്പോൾ ആസ് എ ടെക്നീഷ്യൻ ആസ് ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ ഒരേ പാത്ത് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു ഡിമാൻഡേ ഇല്ലായിരുന്നു. ലൈക്ക് ഇത്ര ഓഡിയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതിൽ കൊടുത്താൽ മാത്രമേ ഈ പടം ഇതാവുള്ളൂ എന്ന്. പക്ഷേ സൗണ്ട് ഒരു വലിയ ക്യാരക്ടറാണ്. അപ്പം അതിന് ജെനുവിനിറ്റി ഉണ്ടാവണം, അതിന് ലൈഫ് ഉണ്ടാവണം. അപ്പം അതായിരുന്നു ഒരു കൺസെപ്റ്റ്. ബേസിക്കലി മഴയാണെങ്കിലും അതിനകത്തുള്ള ഓരോ ചെറിയ ചെറിയ ശബ്ദങ്ങളാണെങ്കിലും കേൾക്കുന്ന ശബ്ദങ്ങൾക്ക് ഒരു മോട്ടീവ് ഉണ്ടായിരിക്കണം. അത് പടവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, പടവും പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. ആവശ്യമില്ലാത്തൊരു ശബ്ദവും കേൾക്കരുത്, ആവശ്യമില്ലാത്ത രീതിയിലും കേൾക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു. മ്യൂസിക് ആണെങ്കിലും ഇപ്പം ഗോഡിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗട്ട്സ് എടുത്തിട്ടുണ്ട് ഇതിൽ. കാര്യം ഓരോ നമ്മൾ ഈ കണ്ടുവന്ന രീതികളുണ്ട്. ഒരു ഇമ്പാക്ട് കൊടുക്കുക, ഒരു ട്വിസ്റ്റിൻ്റെ സമയത്ത് ഇത്ര അധികം ഇമ്പാക്റ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാനൊക്കെ ഒരു രീതിയുണ്ട്. ഗോഡൻ ശരിക്കും അത് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്നെ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മതിയോ, ഇത്രയും കൊടുത്താൽ മതിയോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ അതേ മ്യൂസിക് ഡയറക്ടർ അവനെടുത്ത ഒരു കോൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് നിന്നു. ഇവൻച്വലി ലൈക്ക് ഓഡിയൻസിന് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ദേ ആർ സാറ്റിസ്ഫൈഡ് എന്നുള്ള അവസ്ഥയാണ്. വിഷ്ണു ഇപ്പം ഞാനാണെങ്കിൽ പണ്ട് ഓഡിയോഗ്രാഫി ഇങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ലോകേഷ് കനകരാജിൻ്റെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അത് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ഈ മാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ ഇടിക്കുന്ന സീൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇടിക്കുന്ന സീൻസ് ഉണ്ട്, ഇടിക്കുന്നത്. അപ്പോൾ ആ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ മീറ്റ് ഉണ്ടല്ലോ, മീറ്റിനകത്ത് ഇടിച്ചിട്ടാണ് ആ സൗണ്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട്സ് ആണ് അതൊക്കെ. അപ്പോൾ ഇതിനകത്ത് റിയലായിട്ട് ചെയ്തത് ഏതൊക്കെയാണ്, ഓൾസോ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യേണ്ടി വന്ന ഏതൊക്കെയാണ്, അതൊന്ന് പറയാമോ? ഇതില് നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടിനെ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേൾക്കാത്ത ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്ര എവിഡന്റ് ആയിരിക്കില്ല. പിന്നെ ഇതിൽ എസ്പെഷ്യലി അതിനകത്തൊരു സീക്വൻസ് ഉണ്ട്, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല. ബട്ട് ആ ഒരു സീക്വൻസിൽ ഒരുപാട് സൗണ്ടുകൾ വന്നു പോകുന്ന ഒരു ഏരിയ ഉണ്ട്, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ്. പിന്നെ ഒരു സ്പേസിലേക്ക് പോകുന്നുണ്ട്, ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ വേറൊരു സ്പേസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതല്ലാതെ പല പല സ്പേസുകൾ കാണിക്കുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ടുകളിൽ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. അതാണ് അങ്ങനെ നമുക്ക് ആ സ്പേസ് ത്രൂ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിലെല്ലാം നമ്മൾ വേറൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേറൊരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചെന്ന് വെച്ചപ്പം മീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ,
അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടി വന്നതിന് എന്തെങ്കിലും തിങ്സ് ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അത് ആ സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരുപാട് ഫ്രീക്വൻസീസ് ലൈക്ക് എന്താ പറയാ, അതൊരു ഫ്രീക്വൻസി ഓറിയന്റഡ് ആയിട്ട് ഇന്നൊരു ശബ്ദം എന്നല്ല, നമ്മൾ ബേസിക്കലി നമുക്ക് കേൾക്കാവുന്നതിൻ്റെ, അതായത് ഹ്യൂമൻ ഓഡിബിൾ റേഞ്ചിൻ്റെതായിട്ടുള്ള എല്ലാ ഫ്രീക്വൻസീസും നമുക്ക് പല രീതിയിലും യൂസ് ചെയ്തിട്ട് ആ ഒരു ഇപ്പം ആക്ച്വലി ഓഡിയൻസിന് ഇറിറ്റേഷൻ ആവും, പക്ഷെ ആ ഫീൽ ചെയ്യാൻ വേണം. അങ്ങനൊരു സ്പേസ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികൾ നമുക്ക് പണിയെടുത്തിട്ടുണ്ട് അതിനകത്ത്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് വേറെ അങ്ങനെ ചെയ്തിട്ടില്ല. മീറ്റിലിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ് പണ്ട് പോലെ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ശരിക്കും ആ ഒരു ഫ്ലഷ് ഹിറ്റ് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടണമല്ലോ. അപ്പോൾ അതിൽ പണ്ട് പോലെ എഴുതുന്ന പ്രോസസ്സാണ്. അല്ലാതെ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. പണ്ട് പോലെ സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ശബ്ദങ്ങൾ വേറെ പല ശബ്ദങ്ങളും വെച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഇപ്പം അതർ വേൾഡ് സൗണ്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗോസ്റ്റ് സൗണ്ട് നമ്മൾ എന്താണ് കേട്ടിട്ടില്ല, ബട്ട് സമയം നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പല ശബ്ദങ്ങളും മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതിനകത്ത് ആ പ്രോസസ് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. വിനീതേട്ടൻ പറഞ്ഞു ഇപ്പം സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളെ താടാക്കി, ഇപ്പം മഴ പോലത്തുള്ള കാര്യങ്ങൾ, അപ്പോൾ അതെന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഇംപ്രവൈസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ, 21 ദിവസമാണ് നമ്മൾ ധോണി ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ദിവസം മാത്രമേ നമുക്കവിടെ പെർമിഷൻ ഉള്ളൂ. അപ്പം ആ ദിവസങ്ങളിൽ നമുക്ക് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് എല്ലാ ദിവസവും മീൻസ് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരാഴ്ച മുമ്പ് വരെ നല്ല വെയിലായിരുന്നു. നമ്മൾ പാലക്കാട് കാല് കുത്തിയപ്പോൾ തൊട്ടേ മഴ, ഈ വർഷം റെക്കോർഡ് മഴയായിരുന്നു പെയ്തത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഷൂട്ട് മാറ്റി വയ്ക്കുക, ഇല്ലെങ്കിൽ പ്ലാൻ ബിയിലൂടെ അല്ലെങ്കിൽ പ്ലാൻ സിയിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ ചില സീനുകൾ നമ്മൾ മൊത്തത്തിൽ വായിച്ചു. അതായത് ഈ സീനുകൾ മഴയത്ത് സംഭവിച്ചാൽ എങ്ങനെയിരിക്കും, അതായത് നാച്ചുറൽ ഓൾറെഡി മഴയുണ്ട്, അപ്പോൾ അതൊരു മഴയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീൻ എത്രത്തോളം ലിഫ്റ്റ് ആവുന്ന സീനുകളുണ്ട്, അല്ലെങ്കിൽ താഴത്തോട്ട് പോകുന്നുണ്ട്, അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കും. ഫോർ എക്സാമ്പിൾ പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിനകത്ത് ഒരു കാട്ടിലോട്ട് ഒരു 3 പേര് പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഷൂട്ട് ഒരു 1 വീക്ക് മുമ്പ് വരെ ഈ ഒരു സീൻ ജസ്റ്റ് നോർമലായിട്ട് നടന്നു പോകുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ ഒരു കാലാവസ്ഥ കണ്ടൊരു സമയത്താണ് നമ്മൾ നോക്കി ഇത് മഴയത്ത് പോയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, വിഷ്വലി ബെറ്റർ ആയിരിക്കും, നമുക്ക് ഷൂട്ടും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് സീനുകൾ നമ്മൾ മഴയത്ത് പ്ലാൻ ചെയ്തു. അതിനിടയിൽ ഒരു കാര്യം പറയാം, അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ജിത്തുവിനെ പ്രകൃതി ചതിക്കും. മഴ പെയ്യുന്നു, നമുക്ക് മഴയത്ത് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അപ്പം മഴ നിൽക്കും. അപ്പോൾ പകുതി നമ്മൾ മഴയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, ബാക്കി നമ്മൾ അങ്ങനെ റെയിൻ യൂണിറ്റിനെ കൊണ്ടുവന്നിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ഇംപ്രവൈസേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇംപ്രവൈസേഷൻ അതിലേക്ക് വെളിപ്പെടുത്താത്തതാണ്. ശരിക്കും ഇതിൻ്റെ ടൈലൻ്റ് ഇതായിരുന്നില്ല, അത് പിന്നെ ലേറ്റർ ഓൺ ഇംപ്രവൈസ് ചെയ്തത്. അപ്പം അങ്ങനെ പല ഇംപ്രവൈസേഷൻ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഒരു കുഴിയിൽ വീഴുന്നുണ്ട്, പടം കണ്ടപ്പോൾ മനസ്സിലാവും. അതേപോലെ ഒരു കുഴിയിൽ അസ്കറിനെ വീഴ്ത്തി ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പിന്നെ പടത്തിലില്ല. അപ്പൊ അങ്ങനെ പല സെക്കൻഡ് പാർട്ടിൽ അയ്യോ സോറി അത് റിവീൽ ചെയ്തത്. അപ്പൊ അങ്ങനെ പല ഇംപ്രവൈസേഷനും അത് ആക്ച്വലി ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സും കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് എഴുതി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ബൗണ്ടറി സ്ക്രിപ്റ്റിൽ നിന്നല്ല ഫൈനൽ സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരത്തിൽ ഈ സിനിമ അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്ന് ഫൈനലി വിഷ്ണു കയ്യിലെത്തുമ്പോൾ ആ സിനിമ മറ്റൊരു രീതിയിൽ വളരുന്നു. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഒരുപാട് ഘടകങ്ങളൊന്നും ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പം വിനീതേട്ടൻ എന്ത് പോസ്റ്റ് അടി എടുത്തിട്ട് കമന്റാണ് ഗ്രീക്ക് ഗോഡ് ഓഫ് മോളിവുഡ് എന്ന് പറഞ്ഞിട്ട്, ഗ്രീക്ക് ഗോഡ് ഓഫ് മോളിവുഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് എപ്പോഴും കാണാറുണ്ട്. അത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല, ഞാൻ ബേസിക്കലി എന്താ പറയുക, ഞാൻ അതിനുവേണ്ടി ഞാനൊരു എഫേർട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമോ അല്ലെങ്കിൽ അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റോ തോന്നേണ്ട കാര്യമില്ല. ഞാൻ അതിനായിട്ട് ഒരു എഫേർട്ടും സത്യസന്ധമായിട്ട് പറഞ്ഞ് ഞാൻ എടുക്കുന്നില്ല. എന്നാൽ എനിക്ക് എനിക്ക് ചില ഫോക്കസുകളുണ്ട്, ചില കാര്യങ്ങൾ, അത് എൻ്റെ ഫ്യൂച്ചർ പരിപാടികളുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ എൻ്റെ ലുക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള സ്കിൻ കെയറിങ്ങോ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇല്ല. ചില നേരത്ത് ഞാൻ തന്നെ ആ പോസ്റ്റുകളിൽ നിന്ന് കമൻറ്റുകൾ ഇങ്ങനെ മായ്ച്ച് കളയാറുണ്ട്. കാരണം എനിക്കത് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഘടകമല്ല. കാരണം അതല്ലാതെ നമ്മുടെ
ക്വാണ്ടിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത് വേറെ പല കാര്യങ്ങളിലാണ് എൻ്റെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ അതെന്നെ അത്ര എക്സൈറ്റ് ചെയ്യുന്നതായിരുന്നു. ഓൾസോ ഇപ്പം ആക്ടിങ് കരിയറിലായാലും എന്താ പറയുക, ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും കണ്ണ് അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കണ്ണ് മാത്രമല്ല, അത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അവരുടെ എല്ലാ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ ആക്ടിങ്ങിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, ആ ക്യാരക്ടറിൻ്റെ മൂഡ് എന്താണ്, അതിനനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കണം. അതിനകത്ത് കണ്ണിനൊരു സ്പെസിഫിക് ആയിട്ടൊരു കാര്യമില്ല. പക്ഷേ എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ കണ്ണുകളെ കുറിച്ചിട്ട് പല ചോദ്യങ്ങളും എനിക്ക് വരാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ കണ്ണ് നമുക്ക് കാണുന്നതല്ലല്ലോ, മറ്റുള്ളവർ കണ്ടു പറയുന്നതല്ല. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഉണ്ടെന്നല്ലാതെ അഭിനയിക്കുന്ന സമയത്താണ് ഇതെനി കണ്ണുകൊണ്ട് അഭിനയിച്ചേക്കാം അങ്ങനെയൊന്നുമില്ല. ആ ക്യാരക്ടർ എന്താണോ ഫീൽ ചെയ്യുന്നത്, ആ മൂഡ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുക, അയാളുടെ അടുത്ത് മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ക്യാരക്ടറിൻ്റെ വെയർഅബൌട്ട്സ് അറിയാനും ആ ക്യാരക്ടറിൻ്റെ മൂഡ് അറിയാനും വേണ്ടിയിട്ട് മാക്സിമം ഞാൻ കാര്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് എൻ്റെ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ ആ ഇൻറ്റ്യൂഷന് വിട്ടുകൊടുക്കാറുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഓക്കെ കണ്ണ് അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി നമുക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, ആർട്ടിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ആ ഒരു പ്രതിമയിലാണ്. കാട്ടിൽ നമുക്ക് വേറെ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ തുടക്കം തൊട്ടേ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളൊരു സംഭവം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസേഴ്സ് സൈഡിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 ഓപ്ഷൻ തന്നു. ഒന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചു, പിന്നെ വേറെ എന്തോ ഒരു മെറ്റീരിയൽ വെച്ചു. അപ്പോൾ അപ്പോൾ ഇതാകുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ ചോദിച്ചിരുന്നു. അവിടെ മറ്റേ കാട്ടിൽ രാത്രി ആന ഇറങ്ങും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ആർട്ടുകാർ ചെയ്തു തന്നു. പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് എൻ്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് തന്നു എന്നാണ് അതിനകത്ത് പറയാൻ. മെയിനായിട്ടും ഞങ്ങൾക്ക് സിനിമ കാണുമ്പോഴായിരിക്കും മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസ് വിചാരിക്കൊക്കെ ഈ രൂപ ആക്ച്വലി ത്രൂ ഔട്ട് ഉണ്ടല്ലോ. എനിക്കത് മൊത്തം രൂപ നമ്മൾ 3-4 ഡേയ്സിൽ തന്നെയാണ് ആക്ച്വലി പ്ലാൻ ചെയ്ത് തീർത്തത്. അങ്ങനെ നമ്മുടെ മെയിൻ ഫിയർ ആയിരുന്നു, കാരണം ആദ്യം കാണുന്നവരെ തന്നെ രൂപം അവസാനം വരെ കാണുമെന്ന്. അപ്പോൾ കാർഡുള്ളതിൻ്റെ വേറൊരു ആക്ച്വലി ഒരു മേജർ അഡ്വാൻറ്റേജ് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ചീറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം കാർഡിൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് 360 ഡിഗ്രി ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ ഷോട്ട്സ് തന്നെ നമുക്കറിയാം ആ സാധനത്തിൻ്റെ ഒരു POV ആയിട്ട് നമ്മൾ കാണിച്ചിട്ട് പിന്നെയാണ് ഇത് റിവീൽ ചെയ്തതും കാര്യങ്ങളും. സോ ഇന്ന വേ നമുക്കതിൻ്റെ ആബ്സെൻസിൽ പോലും കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഇങ്ങനത്തെ പരിപാടികൾ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ഈസിനെസ്സിന് ഒന്നുകൂടി പറയണം. നമ്മളിപ്പം ഇപ്പം പറഞ്ഞില്ലേ പ്ലാനിങ്ങിൻ്റെ ഒരു കേസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ അന്ന് നമ്മൾ ജിപ്പ് ഉള്ളൊരു ദിവസമാണ് നമ്മൾ ഇതിൻ്റെ മേജർ ഷോട്ട്സ് എല്ലാം എടുത്തത്. അതുപോലെ ഈ വിഗ്രഹം കമ്മിറ്റ് ആകുന്ന ഷോട്ടുകളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഇനിഷ്യൽ ചെയ്ത് തന്നെ പറഞ്ഞല്ലോ, നമ്മൾ 3 പേരും ഇരുന്ന് ഇനിഷ്യലി തന്നെ ചാർട്ട് ചെയ്തു. വിഗ്രഹം കമ്മിറ്റ് ആകുന്ന ഷോട്ടുകളെല്ലാം ഫോർ സേഫ്റ്റി, ഇങ്ങനെ ഒരു ഗ്യാരണ്ടി പറഞ്ഞിരുന്നാൽ പോലും ഫോർ സേഫ്റ്റി നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് അത് ചാർട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തത്. നമുക്ക് വേറെ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു, ആന ഇറങ്ങുന്ന സമയത്ത്. അപ്പം ഇത് ഒരു ഇത്ര ദിവസത്തിൽ കൂടുതൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആന വന്നിട്ട് നശിപ്പിക്കും. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒരു 6 ദിവസം 7 ദിവസം മാത്രം കീപ്പ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാമറ ടീമിലുള്ള പിള്ളേർ ഭയങ്കര പറഞ്ഞത് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പിള്ളേർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ഇതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്ത എല്ലാവരും തന്നെ പുതിയ ആൾക്കാരാണ്. ഒരാൾ പോലും ഒരു സിനിമയിൽ പോലും വർക്ക് ചെയ്ത ആരുമില്ല, എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരാണ്. അവർ ആക്ച്വലി അങ്ങനെ ഒരു പൈസ ഒന്നും പ്രതീക്ഷിക്കാതെ മൊത്തത്തിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ജിത്തുവിൻ്റെ ടീം അല്ലെങ്കിൽ നമ്മുടെ ടീം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണിയെടുത്ത പിള്ളേരാണ്. അത് 2 ഡിപ്പാർട്ട്മെന്റിലും ഭയങ്കര ഫാസ്റ്റായിട്ട് പണിയെടുത്ത പിള്ളേരാണ്. എനിക്കത് ഭയങ്കര അത്ഭുതം. ഞാൻ അഭിനയിച്ച സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞൊരു സിനിമ ഇതായിരുന്നു. അതിൽ നിന്ന് ഒരു അത്ഭുതം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതൊരു ക്രൂവിനെ പറ്റുള്ളൂ, ഒരു പ്രോപ്പർ ക്രൂ, ഒരു ഡയറക്ഷൻ ടീം, ക്യാമറ ക്രൂ.
കാര്യം കിടിലം പിള്ളേരാണ് ഇവര്. കാര്യം ഈ ഒരു ബഡ്ജറ്റിൽ ഇത്ര മനോഹരമായ ഒരു സിനിമ ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും ഇനി മിസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. കാര്യം മെൽവിനും ചിത്തും കൂടെ പിറവത്തുനിന്ന് എല്ലാ ദിവസവും വൈക്കെത്തുന്ന എല്ലാ ദിവസവും ബൈക്കിൽ വരും. അപ്പൊ ഡബിൽ വരുമ്പോ ഞാൻ ചോദിക്കുകയാണ് ഇനി തിരിച്ചു പോകണ്ട. പക്ഷെ അവരുടെ ഒരു എനർജി ഉണ്ട് ആ ടൈമിൽ, നമ്മുടെ ഡയറക്ഷൻ ടീമിന്റെ ഒരു എനർജി. പൊളി പിള്ളേരാണ് ഇവന്മാര്. ഇനി മലയാള സിനിമ ഭരിക്കും. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ മഴ 4:30 മഴ സ്ഥിരമായി മനസ്സിലായി. പിന്നെ എന്താ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരോട് പറയാൻ തോന്നുന്നു, ഞാനാണ് ഇവരോട് പറയേണ്ടത്, നമ്മുടെ സാൻഡ്വിച്ച് ഒക്കെ ആയിട്ട് പോകണം, ലഞ്ച് ബ്രേക്ക് ഇല്ല, അങ്ങനെ വർക്ക് ചെയ്ത സിനിമ കൺവെൻഷണൽ ആയിട്ടൊന്നും പരിപാടി നടക്കില്ല. ഇവരുടെ ഒരു എനർജിയാണ് നമ്മൾക്ക് ആ ഒരു പരിപാടി. അല്ല, ഇതിനകത്ത് നേരത്തെ ഈ ആർട്ടിന്റെ ചോദിച്ചപ്പോഴേ ഈ സിനിമയുടെ തുടക്കത്തിൽ ദൈവത്തിന് നന്ദി, പ്രപഞ്ചത്തിന് നന്ദി എന്ന് ജിത്തു എഴുതുന്നത്. സത്യത്തിൽ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രതിമയ്ക്ക് നമ്മൾ സിനിമയിൽ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ചെറിയ പ്രതിമയല്ല, നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാം കാടിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ തല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയേക്കാൾ വലുപ്പമുള്ള സാധനങ്ങളെ കാണുമ്പോൾ അത് അറ്റാക്ക് ചെയ്തത്. അത് നമ്മൾ അവിടുന്ന് കേട്ടൊരു അറിവാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ഷൂട്ടിന് പോകുമ്പോൾ ആദ്യം ഞാൻ നോക്കി ഇതിൻ്റെ തല കാണുന്നുണ്ടോ അവിടെ. പക്ഷേ അത് കണ്ട ഒരു സമാധാനമാണ്. ഓക്കെ, ഇന്ന് ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പ്രപഞ്ചം വളരെയധികം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ അണലി, അതുപോലെ വളരെ കൂടിയ പാമ്പുകൾ മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അത് നമ്മളെ അറ്റാക്ക് ചെയ്ത് നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പോയില്ല. ഞങ്ങളൊരു സൈഡിലൂടെ നടക്കും. പക്ഷേ ആ പോകുന്ന ആളുകൾ എല്ലാവരുടെ അടുത്തും പറയുന്നത് അവിടെ പാമ്പുണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കും, കാണും. അങ്ങനെ അത്രയും റിസ്കി ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മഴ പറഞ്ഞാൽ മഴയും പ്രകൃതിയും അങ്ങനെ ഒരുപാട് സപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പിറകിലുള്ള 100-300 ആളുകൾ പിറകിലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ പ്രകൃതി അനുഗ്രഹിച്ച ഒരു സിനിമയാണ് സംഭവം. ഒരു കാര്യം കൂടെ പറയാം, അന്ന് റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എല്ലാം നടക്കുകയാണ്. അപ്പം ആന, പാമ്പ് എല്ലാം ഉണ്ട്. പിന്നെ മരം ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. നമ്മുടെ പ്രതിമയുടെ മുകളിൽ മാത്രം മരം വീണില്ല. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു. മരം നമുക്ക് പൊക്കി മാറ്റാം. ഈ പ്രതിമ വീണ് കഴിഞ്ഞാൽ അത് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് പണി ചെയ്ത് കൊണ്ടുവന്നതാണ്. 3-4 ആൾ പൊക്കം പ്രതിമയാണ്. അത് എല്ലാം മരം വീണിട്ട് ആ പ്രതിമയിൽ മാത്രം വീണില്ല. ആർട്ടിസ്റ്റ് വീണിട്ട് വേറെ ആർട്ടിസ്റ്റ് പറ്റില്ലല്ലോ. ആ വിഗ്രഹം ഇനി അവിടെ ഇരുന്നാണെങ്കിൽ മിക്കവാറും അതൊരു ദേവി മാറിയാണ്. എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ തോന്നിയൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും മഴയായിരുന്നു എന്ന് പറഞ്ഞ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വിഷ്വലിൽ ശരിക്കും പറഞ്ഞാൽ കാറ്റുണ്ട്, ഒരുപാട് കാറ്റ്. എല്ലാ ഷോട്ടുകളിലും നല്ല കാറ്റ്. അതായത് കാട് ഫുള്ള് കാറ്റടിച്ച് കിടക്കുന്ന ഒരു ഫീൽ എല്ലാ വിഷ്വലും കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ ഒരു മൂഡിനും ഈ സൗണ്ട് ഡിസൈൻ പ്രോസസ്സിലും ആ ഒരു സ്പേസ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു തിയേറ്ററിക്കൽ ഫീല്, ഈവൻ ചില ഇടങ്ങളിൽ സ്കോർ ഇല്ലാത്ത ഏരിയ, ഒന്നും ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ പോലും ഈ കാറ്റ് കൊണ്ട് നമുക്ക് ഓഡിയൻസിനെ ആ ഒരു ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ മഴയുടെ മൂഡിലോട്ടുള്ള ഒരു വെറ്റ് ഫീലൊക്കെ, ആ വെറ്റ് ഫീലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരം സൗണ്ടുകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വിഷ്ണു കാണുന്നത്. അപ്പോൾ വിഷ്ണുവിന് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കാറ്റ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പ്രൊപ്പല്ലറില്ലായിരുന്നു. മരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഉയരമുള്ള മരമല്ല. ഇത് കാറ്റത്ത് ഏത് മരമാണ് വീഴാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും അല്ലേ. അതുപോലെ ലൈറ്റ്നിങ് അതിഭീകര, പകൽ ടൈം ആണെങ്കിലും നല്ല ലൈറ്റ്നിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മരങ്ങളുടെ ഇടയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വേറെ ഷെൽട്ടർ ഒന്നുമില്ല. അപ്പോൾ വിഷ്ണു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട സാധനങ്ങൾ ഞങ്ങൾ വളരെ പേടിച്ചു. പക്ഷെ അത് ഭയങ്കര രസമുണ്ടായിരുന്നു സ്ക്രീനിൽ. നമുക്ക് ആ കാറ്റും പലപ്പോഴും മഴ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെപ്തിലേക്ക് മഴ കിട്ടാറില്ല. പക്ഷെ റിയൽ മഴ ഉണ്ടായതുകൊണ്ടും ആ അന്തരീക്ഷവും ലൈറ്റും ഒക്കെ അതിന് അനുകൂലമായിരുന്നു. ഈ പടത്തിനകത്ത് ഏറ്റവും കൂടുതൽ പടത്തിൽ ലിറ്റ് ചെയ്ത് വെക്കുന്നത് എൻ്റെ മ്യൂസിക്കായിരുന്നു, ഇതിൻ്റെ BGM കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനോട് റെഫറൻസും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അതുകൊണ്ട് റെഫറൻസ് നമ്മുടെ ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു. എഡിറ്റർ ഓൾറെഡി ഷോർട്ട് ഫിലിംസിൻ്റെ കുറച്ച് സ്കോർ ഇട്ട് കട്ട് ചെയ്ത് തന്നിരുന്നു. അപ്പം ഇത് ചെയ്യുമ്പോൾ ജിത്തുവിന് ഉണ്ടായിരുന്നൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിപ്പിക്കലി കേട്ട് വരുന്ന സാധനങ്ങൾ പാടില്ല. എനിക്കതെല്ലാം ചലഞ്ചുള്ളൊരു സാധനമായിരുന്നു. ഇനി പറഞ്ഞാൽ ഞാനും ആരെ അസിസ്റ്റ് ചെയ്യാനൊക്കെ വന്നേക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ റെഫറൻസ് നമ്മൾ പല സീനുകൾക്ക് നമ്മൾ വേറെ റെഫറൻസുകൾ നോക്കി.
നോക്കിയിട്ട് നമുക്കത് വെച്ച് നോക്കി നമ്മൾ ആളെ എഡിറ്ററെ കൊണ്ട് വെച്ച് നോക്കിയിട്ട് വർക്കായിട്ടില്ല. പിന്നെ എനിക്ക് സമയം തന്നു ഞാനതിരുന്ന് വർക്ക് ചെയ്ത് ഞാൻ സ്കോർ ചെയ്തിട്ട് അജിത്തിനെ കേൾപ്പിക്കും. ജിത്തു അത് കേട്ടിട്ട് ഇടാ അത് വേണ്ട, അല്ലെങ്കിൽ ഈ നമുക്കിപ്പോൾ ഒരു കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഒരുപാട് കറക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയേക്കുന്നത്. അല്ല നമ്മളങ്ങനെ ഷോർട്ട് ഫിലിം ആയിരുന്നു മെയിൻ റെഫറൻസ്, ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു മെയിൻ റെഫറൻസ്. ഈ ഒരു ക്യാരക്ടർ കിട്ടിയതിന് എത്രത്തോളം താങ്ക്ഫുൾ ആണ്. കാരണം ഞാൻ നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് തന്നെ ഒരു മകനായിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ട് ഒരു ഭർത്താവായിട്ട് ഓൾസോ ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ എക്സ്ട്രീം വിഷമങ്ങൾ അതും വേറൊരു തലത്തിലാണ് ഈ വിഷമങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആസ് ആൻ ആക്ടർ താങ്കൾക്ക് ഈ പടത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്തത്? അതായത് ഐ മീൻ എന്റെ ഓക്കെ ഇത് ആക്ട് ചെയ്തപ്പോൾ ഉള്ള സന്തോഷമാണോ ചോദിച്ചത്? ഇപ്പോഴത്തെ ഒരു സന്തോഷം. ഓക്കെ, ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ കുറെ സ്പോയിലേഴ്സ് ഉണ്ട് പറയാനാണെങ്കിൽ. ബട്ട് അല്ലാതെ ഈ സിനിമയിലെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു, ഞാൻ നന്നായിട്ട് ചെയ്തു എന്നെല്ലാവരും പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. അത് തന്നെയാണ് ബ്രോ. അത് എനിക്ക് തോന്നുന്നത് ഇതിലെ ക്യാരക്ടറെ പറ്റി എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പറയാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോഡ്വിൻ, പിന്നെ എഡിറ്റർ അർജുൻ, ഇവരൊരു മാജിക് അതിൽ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇവര് പുതിയ ആൾക്കാരാണെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുമായിരിക്കും, പക്ഷെ അവരുടെ എഫേർട്ട് ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇതില് മെയിൻ എഡിറ്ററും അവൻ തന്നെയാണ്, സ്പോട്ട് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അപ്പൊ ട്രെയിലർ കട്ടും അവൻ തന്നെയാണ്. ട്രെയിലർ കട്ടും ഇപ്പൊ നമ്മള് പൊതുവെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ട്രെയിലർ വേറൊരു എഡിറ്റർ ആയിരിക്കും ചെയ്യുന്നത്. ഇതില് അർജുൻ തന്നെയാണ് ട്രെയിലർ കട്ടും ചെയ്തേക്കുന്നത്. സോ എല്ലാവരും ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു. അതിന്റെ കൂടെ ഈ പറഞ്ഞ ലാസ്റ്റ് നിമിഷമാണ് വിഷ്ണു ചേട്ടൻ വരുന്നത്. വിഷ്ണു ചേട്ടൻ വന്ന് മറ്റേ തിരി കൊടുത്ത് വിടുന്ന പോലെയാണ്. പിന്നെ ഒറ്റ പോകാറ്. ഇനി തിയേറ്ററിലുണ്ട്, നിങ്ങളെല്ലാം പോയി പടം കാണുക. ഉറപ്പായിട്ടും എന്തായാലും ഓൾറെഡി റിവ്യൂസ് വന്ന് നിങ്ങൾ പലരും പടം കണ്ടവർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് മലയാള സിനിമയിൽ ഒരു ജിത്തു ഉണ്ടാക്കിയ ഒരു അത്ഭുതമാണ്, ഒരു സംഭവമാണ് ഈ സിനിമ. ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട്, നമ്മളെ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത രണ്ട് ടീംസാണ്, ഒബ്സ്ക്യൂറയും പിന്നെ ഐശ്വര്യയും. അപ്പോൾ നമ്മുടെ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. കണ്ടന്റ് ഹാഡ് ടു സ്പീക്ക്, നൗ ദാറ്റ് ഇസ് ഡൺ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സിനിമയുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാര്യം ഇത് കാണുന്ന എല്ലാവരിലേക്കും ഒരു മെസ്സേജാണ്. നിങ്ങൾ സിനിമ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്വപ്നം കണ്ട ഒരാളാണ് ജിത്തു. തലയോലപ്പറമ്പ് എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലിരുന്ന് ചെറിയ ഫോണിലും എല്ലാം ഷൂട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം കണ്ടിട്ട് US-ലിരുന്ന് ഞാനത് കാണാൻ ഇടയാവുകയും നമ്മൾ മീറ്റ് ചെയ്യുകയും നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എന്ന് ഞാൻ പറയൂല, ഞാൻ അത്രയും ചാൻസ് എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഇത് ചെയ്യുമ്പോൾ അത് ഇനി സപ്പോർട്ട് ചെയ്യേണ്ടത് ഓഡിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും കാണണം. കാര്യം അൺകൺവെൻഷണൽ ആയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരിക്കുന്നത്. അല്ലാതെ ഭയങ്കര അജൈലായിട്ട് ഈ പറഞ്ഞ പോലെ മഴ പെയ്യുമ്പോൾ മഴയത്ത് ഷൂട്ട് ചെയ്യും, മഴയില്ലെങ്കിൽ മഴയില്ലാതെ ഷൂട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് എല്ലാവരും ചെയ്യണം. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ OTT-യിൽ കാണാൻ നിൽക്കരുത്. വിഷ്ണു ഒരുപാട് എഫേർട്ട് ഇട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. നല്ല ഓഡിയോയും പിന്നെ വിഷ്വലി നവീൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ്കറിന്റെ ടിൽ ഡേറ്റ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. വിനീതേട്ടനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്യാരക്ടർ. അസീം ജമാൽ പുള്ളി എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഒരുപാട് സിനിമ കാണുന്നില്ല, പുള്ളി ഇത്രയും നല്ലതായിട്ട് സ്ക്രീനിൽ ഇത്രയും ഓറയോ വരുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ ഈ ടീമിനെ, ഒരു പുതിയ ടീമിനെ ഇനി സപ്പോർട്ട് ചെയ്യേണ്ടത് സിനിമ കാണാനുള്ളത് നിങ്ങൾ തന്നെയാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ കാണുക. ഞങ്ങളെ 2 ആഴ്ച കഴിഞ്ഞ് പെരുന്നാളിനും നിങ്ങൾ തന്നെ നിലനിർത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ആൾക്കാരടുത്ത് ചെന്ന് കാണാൻ പറയുക. തന്നെയാണ് തിയേറ്ററിൽ തന്നെ കണ്ടാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് മിസ്സാക്കരുത് എന്നുള്ളൊരു
റിക്വസ്റ്റ് ഉണ്ട്. കാര്യം ജിത്തുവിന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീമായിരുന്നു സിനിമ. ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ദാറ്റ് ഡിമാൻഡ്സ് എ ബിഗർ സ്ക്രീൻ, ബിഗർ സൗണ്ട്. സോ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നമ്മൾ ആ പടത്തിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ്. സോ അതിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പിന്നീട് OTT-ലേക്ക് വെയിറ്റ് ചെയ്ത് എന്നാൽ കിട്ടില്ല. അതുകൊണ്ട് പ്ലീസ് വാച്ചിങ് എക്സ്പീരിയൻസ്. പിന്നെ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ അതൊക്കെ നല്ല സിനിമ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. നമ്മളത് നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും എവ്രിബഡി നീഡ്സ് എ ചാൻസ്. ആരും പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ട. കാര്യം നമുക്ക് ഈസി ആയിരുന്നു ഒരു പ്രൂവൺ ഡയറക്ടർ അല്ലെങ്കിൽ ഭയങ്കര ഗംഭീര സ്റ്റാർ കാസ്റ്റ് ഒക്കെ പോയിട്ട് നമുക്കൊരു പടം ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മളൊരു പുതിയ ടീം കൊണ്ടുവന്ന ഈ കണ്ടന്റ് ആണ് മെയിൻ. നമ്മൾ ആക്ടേഴ്സ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും അല്ലാതെ ഇത്രയും തലകൾ കണ്ടാൽ മാത്രമേ സിനിമ ഉണ്ടാവുന്നൊന്നുമില്ല. സിനിമ എന്ന് പറയുന്ന കണ്ടന്റ് തന്നെയാണ്. ആൾക്കാർ വരും മാറും പോവും. അപ്പോൾ മാക്സിമം താല്പര്യമുള്ളവരെല്ലാം റീച്ച് ഔട്ട് ചെയ്യുക. സിനിമയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ താല്പര്യം. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ